നമസ്കാരം. ഡസ്റ്റിൻ റൈസിനെ ആ മിലിറ്ററി വാഹനത്തിൽ കൊണ്ടുപോയത് കണ്ടതും ഡാലിയ നിക്കോൾസൺ ശരിക്കും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഡസ്റ്റിൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഭയന്നുപോയ ഡാലിയ അടുത്ത് നിൽക്കുന്ന ഡക്കോട്ടോട് പറഞ്ഞു, ഡക്കോട്ട പ്ലീസ് ഡസ്റ്റിനെ എങ്ങനെ രക്ഷിക്കണം, ഞാനതിനെ ഡസ്റ്റിനെ രക്ഷിക്കണം, അവൻ അല്ലെങ്കിൽ ശരിക്കും അഹങ്കാരമാണ്. ഡക്കോട്ട അങ്ങനെ പറയരുത്, ഡസ്റ്റിനെ രക്ഷിച്ചാലല്ലേ ഡക്കോട്ടയുടെ അമ്മയെ രക്ഷിക്കാൻ പറ്റൂ. ഡാലിയ നിക്കോൾസന്റെ ആ ചോദ്യം ശരിക്കും ഒരു കുറിക്കൊള്ളുന്ന ചോദ്യമാണ്. ഡക്കോട്ടയുടെ അമ്മ ജെയിനിനെ രക്ഷിക്കാൻ ഡസ്റ്റിനെ പോലെ ഒരു ഡോക്ടറുടെ ആവശ്യമുണ്ട്. ഡസ്റ്റിൻ ഇല്ലെങ്കിൽ അതുപോലെ മിടുക്കരായ മറ്റേതെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിലേ ജെയിനിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ പറ്റൂ. അതിപ്പോ ഏകദേശം ഡക്കോട്ടയ്ക്ക് മനസ്സിലായ കാര്യമാണ്. ഡക്കോട്ട ഡസ്റ്റിനെ കണ്ടപ്പോ ഡസ്റ്റിനോട് വഴക്കിട്ടെങ്കിലും അവളുടെ ഉള്ളിലും അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ഡാലിയ നിക്കോൾസൺ അങ്ങനെ പറഞ്ഞിട്ടും ആദ്യമൊന്നും ഡക്കോട്ട സമ്മതിച്ചില്ലെങ്കിലും അവസാനം അവളുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഡസ്റ്റിനെ മോചിപ്പിക്കാൻ ഒരു ശ്രമം നടത്താമെന്ന് പറഞ്ഞു. ഡക്കോട്ട നിക്കോൾസൺ വരുന്നത് ഗ്ലൻസ്റ്റഡിലെ നിക്കോൾസൺ കുടുംബത്തിൽ നിന്നാണ്. ഗ്ലൻസ്റ്റഡിലെ നിക്കോൾസൺ കുടുംബത്തിൽ ആർമിയുമായി ബന്ധപ്പെട്ട ചില ആളുകളൊക്കെ ഉണ്ട്. അവരെ ബന്ധപ്പെട്ട് അവര് വഴി മിൽസ്ബർഗും സ്വിൻഡനും ചേരുന്ന ബെലോർമോ മേഖലയിലെ ആർമിയുടെ ആ ഹെഡ് ഓഫീസിലേക്ക് വിളിപ്പിക്കാമെന്നും അവരെ കൊണ്ട് സ്വിൻഡനിലെ ആർമിയുടെ ആ ക്യാമ്പിൽ വിളിപ്പിച്ച് ഡസ്റ്റിനെ മോചിപ്പിക്കാമെന്നുമാണ് ഡക്കോട്ടയുടെ കണക്കൂട്ടൽ. ഡക്കോട്ട അതിനുവേണ്ടിയുള്ള ആക്ടിവിറ്റീസിലേക്ക് കടന്നപ്പോ നടാഷ ഹാർമന്റെ മുറിയിലേക്ക് റൂത്ത് ഓടി വന്നു. യഥാർത്ഥത്തിൽ നടാഷ ഹാർമൺ പീസ് മെഡിക്കൽ സെന്ററിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക് പാർക്ക് അവന്യൂവിലേക്ക് മടങ്ങിയെത്തിയിട്ട് അധിക സമയമായിട്ടില്ല. അപ്പോഴാണ് റൂത്ത് ഓടി മുറിയിലേക്ക് വന്നത്. ചേച്ചി ആകെ പ്രശ്നമായി. എന്താ റൂത്ത് പ്രശ്നം? ചേച്ചി ഡസ്റ്റിനെ ആർമി അറസ്റ്റ് ചെയ്തു, ഡസ്റ്റിനെ മിലിറ്ററി അറസ്റ്റ് ചെയ്തു. എന്തിന് ചേച്ചി? എന്താണ് സംഭവം എനിക്ക് അറിയത്തില്ല. ഡസ്റ്റിനെ ഹോസ്പിറ്റൽ നടയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. വിവരങ്ങൾ കളക്ട് ചെയ്യാനുള്ള റൂത്ത് ഹാർമന്റെ അപാരമായ ശേഷിയാണ് അവിടെയും പ്രകടമാകുന്നത്. ഡസ്റ്റിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വിവരം അറിഞ്ഞിരിക്കുകയാണ്. നടാഷ ഹാർമണും റൂത്ത് ഹാർമണും ഡസ്റ്റിൻ റൈസിനെ പുറത്തിറക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ്. നടാഷ റൂത്തിനോട് പറഞ്ഞു, ഇത് ഹമ്മറുടെ മിടുക്കൊണ്ടുണ്ടായതല്ല, ഇതിന്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്. ഉറപ്പായിട്ടും ഇതിന്റെ പിന്നിൽ ആ ഗ്രാൻഡ് കുടുംബമായിരിക്കും. എഡ്വിന്റെ മോനെ, അതായത് ജോഷുവ ഹമ്മറെ ഡസ്റ്റിൻ ആക്രമിച്ച വിവരം നടാഷയ്ക്ക് അറിയാം. നടാഷ അത് കണ്ടതാണ്. ജോഷുവയുടെ ഫിയാൻസി ജെയ്ഡ് ഗ്രാൻഡ് കുടുംബത്തിലെ ടെയ്ലറുടെ അനുജത്തിയാണ്. ഗ്രാൻഡ് കുടുംബം മിലിറ്ററിയുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു കുടുംബമാണ്. ജെയ്ഡ് ഗ്രാൻഡ് കുടുംബത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോ ഡസ്റ്റിനെ പൂട്ടിയതാകും. അങ്ങനെ ഒരു ധാരണയാണ് നടാഷയ്ക്കുള്ളത്. നടാഷ ആ കാര്യം റൂത്തുമായി പങ്കുവയ്ക്കുമ്പോൾ ഹമ്മറുടെ ബംഗ്ലാവിൽ ഒരു അടിയന്തര ഓപ്പറേഷന് ശേഷം ജോഷുവ ഹമ്മറെ ഒരു ബെഡിലേക്ക് കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. ജോഷുവ ഹമ്മറുടെ ഇരു കൈകളും തുന്നി പിടിപ്പിച്ചു കഴിഞ്ഞു. ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഓപ്പറേഷൻ അതീവ മനോഹരമായി ചെയ്തത് സാക്ഷാൽ ഡോക്ടർ റൂവൻ ക്രോസ് ആണ്. മിറാക്കിൾ ഡോക്ടർ എന്ന് എല്ലാവരും വിളിക്കുന്ന റൂവൻ ക്രോസ് ഏതാനും മണിക്കൂറുകളുടെ അതികഠിനമായ പരിശ്രമത്തിനൊടുവിൽ വളരെ വിദഗ്ധമായി വിജയകരമായി ജോഷിയുടെ ഇരു കൈകളും വെച്ചു പിടിപ്പിച്ചു. ഇനിയുള്ള പ്രശ്നം അവന്റെ കോറാണ്. പൊക്കിള് ലക്ഷ്യമിട്ടുകൊണ്ട് ഡസ്റ്റിൻ ആഞ്ഞൊന്ന് തൊഴിച്ചപ്പോ അവന്റെ നാഡീഞരമ്പുകളൊക്കെ ഏതാണ്ട് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ജീവിതത്തിലേക്ക് ജോഷു മടങ്ങി വന്നാലും നാഡീഞരമ്പുകൾ അതിന്റെ പൂർവ്വസ്ഥിതിയിൽ എത്തിയില്ലെങ്കിൽ ജോഷുക്ക് ഒരിക്കലും മാർഷൽ ആക്ടിവിറ്റീസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. മാർഷൽ ആർട്ടിസ്റ്റ് ആകുക എന്നുള്ളത് ജോഷുയുടെ സ്വപ്നമാണ്. അവൻ ഒരു ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റ് ആയിട്ട് അധിക നാളുകളായിട്ടുമില്ല. ആ സമയത്താണ് ഡസ്റ്റിൻ അവന്റെ കോറ് നശിപ്പിച്ചിരിക്കുന്നത്. ആ കോറ് തിരിച്ച് റീജുവിനേറ്റ് ചെയ്തെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ അപൂർവമാണ്. അങ്ങനെ റീജുവിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ റുവാൻ ക്രോസ്. അതുകൊണ്ടാണ് മിൽസ്ബർഗിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഡോക്ടർ റുവാൻ ക്രോസിനെ എഡ്വിൻ ഹമ്മർ സ്വിൻഡനിൽ എത്തിച്ചത്. തികച്ചും ഒരു മെല്ലിച്ച മനുഷ്യരാണ് ഈ ഡോക്ടർ റുവാൻ ക്രോസ്. റുവാൻ ക്രോസ് ജോഷുവ ഹമ്മറിന്റെ ഓപ്പറേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് നടപടിയിലേക്ക് കടക്കാനുള്ള പരിപാടികൾ നോക്കുകയാണ്. കോറുമായി ബന്ധിപ്പിച്ച കാര്യങ്ങൾ ക്ലിയർ ആകണമെങ്കിൽ ഇന്റേണൽ ഇഞ്ചുറികളെല്ലാം ഭേദമാകണം. ഇന്റേണൽ ഇഞ്ചുറി ഭേദമാകാനുള്ള ചില പ്രിസ്ക്രിപ്ഷൻസും മരുന്നുകളൊക്കെ റുവാൻ ക്രോസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജോഷുവയുടെ മുറിയിലേക്ക് വന്ന എഡ്വിനും ടിനയും തമ്മിൽ സംസാരിക്കുന്നത് റുവാൻ ക്രോസ് കേട്ടു. അച്ഛാ, ജോഷുവ ശരിക്കും ശക്തമായി കഴിഞ്ഞാൽ നമുക്ക് ആ ഡസ്റ്റിനെ ഒരു പാഠം പഠിപ്പിക്കണം. അതേ മോളെ, ഡസ്റ്റിനെ വെറുതെ വിടരുത്. ഡസ്റ്റിൻ എന്നുള്ള പേര് 2 തവണ കേട്ടപ്പോ റുവാൻ ക്രോസ് എഡ്വിൻ ഹമ്മറോട് ചോദിച്ചു, നിങ്ങള് ആരെ കുറിച്ചാ പറയുന്നത്? എന്താ സംഭവം? ഡോക്ടർ, ഇന്നലെ രാത്രി ഞാൻ വിശേഷങ്ങളൊന്നും പറയാത്തതാണ്. ജോഷുവെ ഈ പരുവത്തിലാക്കിയത് ഒരു ചെറുപ്പക്കാരനാണ്, ഒരു തെമ്മാടി. അവന്റെ പേര് ഡസ്റ്റിൻ റൈസ് എന്നാണ്. ഇവിടെ അടുത്ത തന്നെ ഒരു ഹോസ്പിറ്റൽ ഇട്ടിട്ടുണ്ട്, ഒരു പീസ് മെഡിക്കൽ സെന്റർ എന്ന് പറയും. അവിടെ രോഗികളൊന്നും ചെല്ലാറില്ല. ഒരു തരികിട പയ്യനാണ്. വളരെ ഡീറ്റെയിൽ ആയി
മോശമായിട്ടും ഡസൻ റൈസിനെ കുറിച്ച് എഡ്വിൻ ഹമറും ഇടയ്ക്ക് കയറി ടിനെ ഹമറും കൂടി കാര്യങ്ങൾ പറഞ്ഞതും റുവാൻ ക്രൂസ് എണീറ്റു. റുവാൻ ക്രൂസ് എണീക്കുന്നതിനിടയിൽ അയാളുടെ ബാഗും പ്രിപ്പയർ ചെയ്യുകയാണ്. അയാളുടെ ബാഗിൽ നിന്ന് അയാൾ പുറത്തേക്ക് എടുത്തു വെച്ച സാധനങ്ങളൊക്കെ തിരിച്ച് ബാഗിലേക്ക് എടുത്തു വെക്കുകയാണ്. എഡ്വിനും ടിനെയും സംസാരിക്കുന്ന ഇടയിൽ തന്നെ അയാൾ ബാഗ് അടച്ചു. ബാഗ് അടച്ചതിന് ശേഷം അയാൾ എഡ്വിനോട് പറഞ്ഞു, ഞാൻ ഇറങ്ങുകയാണേ. അല്ല ഡോക്ടർ, ഞാൻ ഇറങ്ങുന്നു, ഇനി ഞാൻ ഇവന് ചികിത്സിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് റുവാൻ ക്രൂസ് പെട്ടെന്ന് പുറത്തേക്ക് പോയപ്പോ ടിനയും എഡ്വിനും ഒന്നും മനസ്സിലാക്കാതെ അമ്പരെന്ന് ഡോക്ടർ റുവാനെ നോക്കുകയാണ്. എന്തുകൊണ്ട് പെട്ടെന്ന് ഡോക്ടർ റുവാൻ ക്രൂസ് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയെന്നോ ജോഷുവെ ഇനി ചികിത്സിക്കില്ല എന്ന് പറഞ്ഞതിന്റെ കാരണമോ അവർക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർ റുവാൻ ക്രൂസിനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു ആർജവും അവർക്കില്ല. ഈ സംഭവം ഹമ്മറുടെ ബംഗ്ലാവിൽ ഇങ്ങനെ നടക്കുമ്പോൾ സ്വിൻഡനിലെ ഒരു ആർമി ബേസ്, അവിടെ ഒരു തൂണിൽ ഒരു മനുഷ്യനെ ചങ്ങലയിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ചങ്ങലിൽ ബന്ധിച്ചിരിക്കുന്നത് സാക്ഷാൽ ഡസൻ റൈസിനെ തന്നെയാണ്. ഡസന്റെ ഇരു കൈകളും മുകളിലേക്ക് വെച്ച് ആ കൈകളിൽ ചങ്ങലയിട്ട് ചങ്ങല മുകളിലുള്ള തൂണിൽ കൊടുത്തിരിക്കുകയാണ്. കാലിലും ചങ്ങല ഇട്ടിട്ടുണ്ട്. കാലിലെ ചങ്ങല ആ പുറകിലെ തൂണിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഡസനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ വിടാതെ ബന്ധിച്ചിരിക്കുകയാണ്. ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഡസനടുത്തേക്ക് കുറച്ച് ഉദ്യോഗസ്ഥർ നടന്നു വന്നു. കുറച്ച് മിലിറ്ററി ഓഫീസേഴ്സും കുറച്ച് പട്ടാളക്കാരും അവരുടെ മുന്നിലായി കുറെ അധികം സ്റ്റാറുകളുള്ള ഒരു വ്യക്തിയുമാണ് നടന്നു വരുന്നത്. നടന്നു വരുന്ന വ്യക്തി ജെന്നിങ്സ് ആണ്. ഡെപ്യൂട്ടി ജനറൽ ജെന്നിങ്സ് ഡസ്റ്റിന്റെ മുന്നിൽ എത്തിയതും ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് നീയാണോ ഡസൻ റൈസ്? അത് കേട്ടപ്പോ ഡസ്റ്റ് ഒന്ന് ചിരിച്ചു. ഇതുള്ളാലോ, എന്താ എന്റെ പേര് പോലും അറിയാതെയാണോ എന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നത്? ഏയ്, ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി. വളരെ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ മറ്റ് സബോർഡിനേറ്റ്സ് ഒക്കെ കേട്ടു നിൽക്കുമ്പോൾ സംസാരിക്കാൻ ബാധ്യസ്ഥനായ ഡെപ്യൂട്ടി ജനറൽ ജെന്നിങ്സ് ഡസ്റ്റിനോട് അങ്ങനെ തറപ്പിച്ചു പറഞ്ഞതും ഡസ്റ്റ് പറഞ്ഞു, അതെ ഞാനാണ് ഡസൻ റൈസ്. ഓക്കെ, നീയാണ് ഡസൻ റൈസ്. നീ അനവധി കുറ്റങ്ങൾ ചെയ്തതായി ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. നിനക്ക് ഞാൻ ശിക്ഷ വിധിക്കുകയാണ്. ആദ്യത്തെ ശിക്ഷ ചാട്ടവാറ് കൊണ്ട് 50 അടിയാണ്. അത് കേട്ടതും ഡസ്റ്റിൻ ജെന്നിങ്സിനോട് ചോദിച്ചു, ഹലോ മിസ്റ്റർ, ഇവിടെ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കുന്നു വേണ്ടേ, വിചാരണ വേണ്ടേ, ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നുമില്ലേ? മിസ്റ്റർ ഡസ്റ്റിൻ, ഇവിടത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുക. ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം, ഞാൻ തീരുമാനിക്കുന്നതാണ് ഇവിടുത്തെ ശിക്ഷ. നിനക്ക് ആ കാര്യത്തിൽ ഒരു അഭിപ്രായവും പറയാനുള്ള അവകാശമില്ല. ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സത്യത്തിൽ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്ന ആരാണ്? ഡസ്റ്റിൻ വളരെ കൂളായിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്. ഏയ്, അതിപ്പോ നീ അറിഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, എന്തായാലും നിങ്ങൾ എന്നെ ശിക്ഷിക്കാൻ പോവില്ലേ? ആരാണ് നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതെന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഡസ്റ്റിന്റെ ആ ചോദ്യം കേട്ടതും ഒരു തൂണിന് മറഞ്ഞു നിൽക്കുകയായിരുന്ന ജെയ്ഡ് ഗ്രാൻഡ് മുന്നോട്ട് വന്നു. ഡസ്റ്റിൻ, നിന്നെ ഞാൻ ഒളിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ജെയ്ഡ് ഗ്രാൻഡ് മുന്നോട്ട് വന്നത്. ജെയ്ഡ് ഗ്രാൻഡിനെ കണ്ടതും ഡസൻ ജെയ്ഡിനോട് പറഞ്ഞു, ഏയ് നിനക്ക് എന്നോട് ഒരു എതിർപ്പും ഉണ്ടാകേണ്ട കാര്യമില്ല. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടുകയാണ്. ഇത് ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് നിനക്ക് വല്ല ധാരണയുണ്ടോ? ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഡസൻ റൈസ് അങ്ങനെ ചോദിച്ചപ്പോ ജെയ്ഡും ജെന്നിങ്സും കൂടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഒന്ന് ചിരിച്ചു. ഇയാളിത് എന്തായി പറയുന്നത്? നിനക്ക് ഇപ്പോഴും നീ നിൽക്കുന്ന പൊസിഷനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാന്ന് തോന്നുന്നു. നീ ഇപ്പോ ഇവിടെ ഈ സൈനിക ആസ്ഥാനത്ത് ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് നിനക്ക് ഒരു മോഹമുണ്ടെങ്കിൽ അത് നടക്കില്ല. നിന്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. എന്താണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് നിനക്ക് ഒരു പിടിയുമില്ല. അതുകൊണ്ടാണ് നീ ഈ ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെ ജെന്നിങ്സ് പറഞ്ഞപ്പോ ജെന്നിങ്സിനെ നോക്കിയിട്ട് ജെയ്ഡിനോടായി വീണ്ടും ഡസ്റ്റിൻ പറഞ്ഞു, നീ തെറ്റായ തീരുമാനമെടുത്താൽ അതിന്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കും. ഡസ്റ്റിൻ അത് പറഞ്ഞതും ജെന്നിങ്സ് അയാളുടെ കൂടെയുള്ള ആളുകൾക്ക് ഓർഡർ കൊടുത്തു, ഇവന്റെ ഈ ഡയലോഗ് കേട്ടേക്കേണ്ട കാര്യമില്ല, അടിക്കവനെ. അങ്ങനെ ജെന്നിങ്സ് പറഞ്ഞിട്ട് ജെയ്ഡിനോടായി പറഞ്ഞു, ജെയ്ഡ്, നമുക്ക് മാറിയിരുന്ന് കളി കാണാം. അതെ, അവർ ഒരു കളി കാണാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ 2 മേശയും കസേരകളൊക്കെ അവിടെ വന്നു. അതിന്റെ അടുത്തായി ജെയ്ഡ് ഗ്രാൻഡും ജനറൽ ജെന്നിങ്സും ഇരിക്കുമ്പോ ഒരു ഇരുമ്പിലുള്ള ചാട്ടവാറ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അക്ഷരാർത്ഥത്തിൽ സ്റ്റീലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അടിപൊളി ചാട്ടവാർ, നന്നായിട്ട് സ്റ്റീൽ കമ്പി കൊണ്ട് ചുറ്റിയിരിക്കുന്ന ഒരു നല്ല ചാട്ടവാർ. ആ ചാട്ടവാറ് ആ പട്ടാളക്കാരിൽ ഒരാൾ കയ്യിലെടുത്തു. അയാൾ ഒരു സീനിയർ പട്ടാളക്കാരനാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. അയാൾ ആ ചാട്ടവാർ ഒന്ന് ആകാശത്തേക്ക് ഇങ്ങനെ വലിച്ചടിക്കുമ്പോൾ ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുകയാണ്. അയാൾ ആ ചാട്ടവാറുമായി ഡസൻ റൈസിന്റെ പുറകിലെത്തി. ഡസനെ കെട്ടിയിരിക്കുന്ന ആ തൂണിനടുത്ത് എത്തിയതും അയാൾ ആ ചാട്ടവാർ വീശി ആഞ്ഞൊരൊറ്റയാടി. ശരിക്കും ഹൃദയഭേദകമായ ഒരു രംഗം. അതിശക്തമായിട്ട് ആ ചാട്ടവാർ ഡസന്റെ പുറത്തേക്ക് ആഞ്ഞടിക്കുകയാണ്. 1, 2, 3 4ാമത്തെ അടിക്ക് അയാൾ ആ ചാട്ടവാർ ഉയർത്തിയപ്പോഴാണ് അയാൾ ആ കാര്യം കണ്ടത്. അയാളുടെ സ്റ്റീൽ ചാട്ടവാർ ഒടിഞ്ഞു പോയിരിക്കുകയാണ്. അയാള് ചാട്ടവാറിലേക്കും ഡസന്റെ പുറത്തേക്കും മാറി മാറി നോക്കുന്ന കണ്ട
ജെന്നിങ്സ് അയാളോട് ചോദിച്ചു, എന്തു പറ്റി, എന്താ നിർത്തിയേ? സാർ, ഇത് ഒടിഞ്ഞുപോയി. ഒടിഞ്ഞു പോകാനാ? നീ പുതിയതൊരെണ്ണം എടുക്ക്. പഴയ ഏതോ ചാട്ടയുമായി വന്ന് ഡസ്റ്റിനെ തല്ലിയത് കൊണ്ടാണ് ആ ചാട്ട ഒടിഞ്ഞു പോയിരിക്കുന്നത്. അങ്ങനെ ഒരു ധാരണയാണ് ആ നിമിഷത്തിൽ ജെന്നിങ്സിനുണ്ടായത്. ജെന്നിങ്സിന്റെ ഉത്തരവ് പ്രകാരം പുതിയൊരു ചാട്ട കൊണ്ടുവന്നു. പെട്ടിയിൽ വെച്ചിരിക്കുന്ന നിലയിലാണ് ആ ചാട്ട ഉള്ളത്. കുറ്റവാളികളെ തല്ലാൻ വേണ്ടി ബോധപൂർവം ആർമി കയ്യിൽ കരുതിയിരിക്കുന്ന ഒരു ഉപകരണമാണ് ആ ചാട്ട. റിങ് പോലെ നന്നായി കെട്ടിയിരിക്കുന്ന ഒരു ചാട്ടയാണ്. ഓരോ റിങ്ങും മെറ്റലാണ്. മെറ്റൽ കൊണ്ടുള്ള ഒരു ചാട്ട. ആ ചാട്ട കാണുമ്പോൾ തന്നെ ആരായാലും ഒന്ന് ഭയക്കും. ആ ചാട്ടയുമായി വീണ്ടും അടി തുടങ്ങി. ആ ചാട്ട ഉപയോഗിച്ച് ഒരു 7-8 അടി കഴിഞ്ഞപ്പോ ആ ചാട്ട പൊട്ടി. രണ്ടാമത്തെ ചാട്ടയും പൊട്ടി എന്നുള്ള വിവരം ആ ഉദ്യോഗസ്ഥൻ ജെന്നിങ്സിനോട് പറഞ്ഞപ്പോ ജെന്നിങ്സും ജെയ്ഡും ഒരുപോലെ അമ്പരക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്ന? ഇവനെ അടിച്ച് കൊല്ലാൻ പറ്റില്ലേ? അങ്ങനെ ചോദ്യമാണ് ജെന്നിങ്സിന്റെ മനസ്സിലേക്ക് വന്നത്. ജെയ്ഡ് ജെന്നിങ്സിനോട് ചോദിച്ചു, ജെന്നിങ്സ്, എന്താ നിങ്ങളുടെ ചാട്ട കൊണ്ടോ അവനെ പരിക്കേൽപ്പിക്കാൻ പറ്റില്ലേ? ജെയ്ഡ്, ഇവൻ വലിയ സംഭവമാണെങ്കിലും ഇവനെ ശരിയാക്കാൻ വേറെ മാർഗമുണ്ട്. നമുക്ക് ഒരാളെ വിളിക്കാം. ജെന്നിങ്സ്, ആരെ വിളിക്കുന്നത്? അത് നമ്മുടെ ജയിലിലുള്ള ഒരു കക്ഷിയാണ്. ജയിലറാണ്. യഥാർത്ഥത്തിൽ അയാൾ പട്ടാളത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നതാണ്. എന്റെ അതേ റാങ്കുകാരനാണ്. ഡെപ്യൂട്ടി ജനറൽ തന്നെയാണ്. പുള്ളി വിളിക്കാം. അയാളിപ്പോ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ജയിൽ നവീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അയാളെ പറ്റിയ കക്ഷി. അങ്ങനെ ജെയ്ഡിനോട് പറഞ്ഞ ജെന്നിങ്സ് ഉടൻ തന്നെ സ്വിൻഡനിലെ ജയിലിലുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ ബന്ധപ്പെട്ടു. ജെന്നിങ്സ് ഫോൺ വിളിച്ചു കഴിഞ്ഞതും ഡസ്റ്റിൻ ജെന്നിങ്സിനോട് പറഞ്ഞു, ഹലോ, എനിക്ക് കുറച്ച് ഭക്ഷണം വേണമല്ലോ, രാവിലെ ഒന്നും കഴിച്ചില്ല. ഒരു 10-12 അടി കൊണ്ട് കിടക്കുന്ന ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞപ്പോ ജെന്നിങ്സും ജെയ്ഡും ഒന്ന് ചിരിച്ചു. ജെന്നിങ്സ് ഉടൻ തന്നെ ഒരു ആർമി ഉദ്യോഗസ്ഥനെ വിളിച്ച് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. അല്പസമയം കഴിഞ്ഞതും ഡസ്റ്റിന് മുമ്പിൽ ഒരു ടേബിൾ എത്തി. ടേബിളിന്റെ മുകളിൽ ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും എത്തി. ഭക്ഷണ സാധനങ്ങളെല്ലാം നിരന്നു കഴിഞ്ഞതും ഡസ്റ്റിൻ ജെന്നിങ്സിനോട് ചോദിച്ചു, അല്ല, ഞാനിതെങ്ങനെ കഴിക്കും? അതൊരു ചോദ്യമാണ്. ഡസ്റ്റിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ കെട്ടിയിട്ടിരിക്കുമ്പോ ഡസ്റ്റിൻ എങ്ങനെ ഭക്ഷണം കഴിക്കും? അത് കേട്ടതും ജെന്നിങ്സ് ഒന്ന് ചിരിച്ചു. നീ വലിയ സംഭവമാണെന്നല്ലേ പറയുന്നത്? എന്തായാലും ഭക്ഷണം അവിടെ ഇരിപ്പട്ടോ, നിനക്ക് വേണമെന്ന് നീ എടുത്ത് കഴിച്ചോ. കെട്ടൊന്നും ഞങ്ങൾ അഴിക്കത്തില്ല. ഭക്ഷണം കൊണ്ട് മുന്നിൽ വെച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ജെന്നിങ്സിന്റെ ലക്ഷ്യം. ജെന്നിങ്സ് അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് ഒരു ശബ്ദം അവർ കേട്ടു. ചങ്ങലകൾ പൊട്ടുന്ന ശബ്ദമാണ്. ഡസ്റ്റിന്റെ കൈ മുകളിലേക്ക് കെട്ടിയിരിക്കുകയാണ്. ഡസ്റ്റിൻ കൈ ഒന്ന് വലിച്ചതും ആ ചങ്ങല പൊട്ടി വീണു. കാലൊന്ന് അനക്കിയതും കാലിൽ കിട്ടുന്ന ചങ്ങലകളും പൊട്ടി വീണു. ഉരുക്കൊണ്ടുള്ള ചങ്ങലകൾ ചിതറിത്തെറിക്കുന്ന കാഴ്ച ജെയ്ഡും ജെന്നിങ്സും ശരിക്കും ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. അവർ മാത്രമല്ല ഞെട്ടിയത്, ആ ക്യാമ്പിൽ ഒരുപാട് സൈനിക ഉദ്യോഗസ്ഥരുണ്ട്. അവന്മാരൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. അവർ ആദ്യമായിട്ടാണ് അത്തരം ഒരു രംഗം കാണുന്നത്. സാധാരണഗതിയിൽ ഒരു ആന വിചാരിച്ച പോലും പൊട്ടിക്കാൻ പറ്റാത്ത ചങ്ങലയാണ് അവിടെ ഉപയോഗിച്ചത്. ആ ചങ്ങലയാണ് ഡസ്റ്റിൻ നിഷ്പ്രയാസം പൊട്ടിച്ചു കളഞ്ഞത്. ഡസ്റ്റിനെ ചാട്ടവാറ് കൊണ്ട് തല്ലിയ ആ പട്ടാളക്കാരൻ ആ കാഴ്ച കണ്ട് ശരിക്കും വിറച്ചുടങ്ങിയാണ്. അയാൾ അടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഡസ്റ്റിന് ആ ചങ്ങല പൊട്ടിക്കാമായിരുന്നു എന്നാണ് ആ കാഴ്ച വിളിച്ചു പറയുന്നത്. ഡസ്റ്റിന് വിചാരിച്ചിരുന്നുവെങ്കിൽ അയാൾ നിഷ്പ്രയാസം കൊല്ലാമായിരുന്നു. അങ്ങനെ ഒരു ധാരണ കൂടി ഇപ്പൊ ആ ഉദ്യോഗസ്ഥരുടെ മനസ്സിലുണ്ട്. ആ ഉദ്യോഗസ്ഥരും കൂടെയുള്ള മറ്റു പട്ടാളക്കാരൊക്കെ അമ്പരം നോക്കുമ്പോൾ ഡസ്റ്റിൻ കൂളായിട്ട് ആ ടേബിളിൽ അടുത്തിട്ടിരിക്കുന്ന കസേര വന്നിരുന്നു. സകല ഉദ്യോഗസ്ഥരും ജെന്നിങ്സും ജെയ്ഡും ഉൾപ്പെടെയുള്ള ആളുകൾ നോക്കി നിൽക്കുമ്പോൾ ഡസ്റ്റിൻ കൂളായിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങിയാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഡസ്റ്റിൻ ആരെയും നോക്കുന്നില്ല. നന്നായി കഴിക്കുന്നിടയിൽ ഡസ്റ്റിൻ ഉറക്കെ പറയുകയും ചെയ്തു, കൊള്ളാം കേട്ടോ, നല്ല രുചിയുണ്ട്. രാവിലെ ഒന്നും കഴിക്കാത്തോണ്ട് നല്ല വിശപ്പുണ്ട്. ആ സൈനിക ആസ്ഥാനത്ത് ഈ ശൈലിയിൽ ഒരു കുറ്റവാളി പെരുമാറുന്നത് ആ പട്ടാളക്കാർ ആദ്യമായ കാണുന്നത്. അവർ ഒരുപാട് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരോട് സൗകര്യം പോലെയൊക്കെ അവർ പെരുമാറിയിട്ടുമുണ്ട്. ശരിക്കും ഭീകരമായിട്ട് തന്നെ ആ കുറ്റവാളികളോട് അവർ പെരുമാറിയിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ അവർ കാണുന്ന ആ കാഴ്ച അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ്. സാധാരണഗതിയിൽ ഒരടി പോലും ഒരു മനുഷ്യൻ താങ്ങില്ല. അങ്ങനെയുള്ള ആ അടി 12 എണ്ണം കൊണ്ടിട്ടും കൂളായിട്ടാണ് ഡസ്റ്റിൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ആ അടികൾ അയാളുടെ പുറത്ത് കൊണ്ടതിന് ഒറ്റ തെളിവേ ഉള്ളൂ. ഡസ്റ്റിന്റെ പുറകു വശത്ത് ഷർട്ട് കീറിയിട്ടുണ്ട്. അത് മാത്രമാണ് അടി കിട്ടിയെന്നുള്ളതിന്റെ ഏക തെളിവ്. ഡസ്റ്റിൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതും വീണ്ടും ഡസ്റ്റിനെ ചങ്ങലയിട്ട് ബന്ധിപ്പിച്ചു. ഈ പ്രാവശ്യം നേരത്തെക്കാൾ ഇരട്ടി ചങ്ങലയാണ് ഉപയോഗിക്കുന്നത്. ചങ്ങലയിട്ട് ഡസ്റ്റിനെ ബന്ധിപ്പിക്കുമ്പോൾ ഡസ്റ്റിൻ വെറുതെ നിന്നു കൊടുക്കുകയാണ്. ഓരോ തരത്തിലുള്ള ബലപ്രയോഗത്തിനും ഡസ്റ്റിൻ തയ്യാറല്ല. ഡസ്റ്റിന്റെ കയ്യിൽ നേരത്തെ 2 ചങ്ങലയാണ് ഇട്ടുന്നതെങ്കിൽ ഇപ്പോ 4 ചങ്ങല ഇടുകയാണ്. അതേപോലെ തന്നെ കാലിലും. ഡസ്റ്റിൻ ഇനി ഈ ചങ്ങലൊന്ന് പൊട്ടിക്കുന്നത് കാണണം, ആ ഒരു ചിന്തയാണ് അങ്ങനെ ഡസ്റ്റിനെ ബന്ധിപ്പിക്കുമ്പോൾ അവർക്കൊക്കെ ഉള്ളത്. കൃത്യം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വാഹനം അവിടേക്ക് വന്നു. ജയിലിന്റെ ചിഹ്നമുള്ള ആ വാഹനത്തിൽ അവിടെ എത്തിയത് സകലരും ഭയത്തോടെ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പേരുകാരനാണ്. അയാൾക്ക് അടിപൊളി പേരൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും അയാൾ വിളിക്കുക മിസ്റ്റർ
ബീസ്റ്റ് എന്നാണ്. അതെ, അക്ഷരാർത്ഥത്തിൽ ഒരു ബീസ്റ്റ് ആണ് അവിടെ എത്തിയത്. അയാൾ ഒരു പെട്ടിയുമായിട്ടാണ് വന്നത്. പെട്ടിയുമായി അകത്തേക്ക് വന്ന മിസ്റ്റർ ബീസ്റ്റ് ജെനിക്സിനെ കണ്ടതും ചിരിച്ചുകൊണ്ട് ജെനിക്സിനോട് ചോദിച്ചു, ഹാ മിസ്റ്റർ ജെനിക്സ്, നിങ്ങൾ വിചാരിച്ചാൽ ഒരാളെ നേരായ വഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ? എന്റെ ആവശ്യം അത്രയ്ക്കുണ്ടോ? ഹേയ് ബീസ്റ്റ്, ഇത് ഒരു അടിപൊളി കക്ഷിയാണ്. അവൻ ഒരു കൊടും കുറ്റവാളിയാണ്. അവന് നിലയ്ക്ക് നിർത്താൻ നിങ്ങൾ വേണം. അതല്ലേ ഞാൻ വിളിപ്പിച്ചത്. അവർ രണ്ടുപേരും നല്ല സൗഹൃദത്തിലാണ്. മിസ്റ്റർ ബീസ്റ്റ് ജെനിക്സും ജെയ്ഡും നിൽക്കുന്ന ആ സ്ഥലത്ത് ടേബിളിന്റെ പുറത്ത് ആ പെട്ടി കൊണ്ടുവച്ചു. പെട്ടി കൊണ്ടുവച്ചതും ബീസ്റ്റിനോടായി ജെനിക്സ് പറഞ്ഞു, ദൂ ആ കാണുന്നത് തൂണില്ലേ, ആ തൂണി കെട്ടിയിട്ടിരിക്കുന്നില്ലേ, അവനെയാണ് നിങ്ങൾ ശരിയാക്കേണ്ടത്. മിസ്റ്റർ ബീസ്റ്റിനോട് ജെനിക്സ് അങ്ങനെ പറഞ്ഞപ്പോ ബീസ്റ്റ് തിരിഞ്ഞ് ആ ഭാഗത്തേക്ക് നോക്കി. തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന വ്യക്തിയെ കണ്ട ബീസ്റ്റ് പെട്ടെന്ന് ഞെട്ടി. ഇവിടെയോ കണ്ടിട്ടുള്ള ഒരു മുഖം, അങ്ങനെ ഒരു തോന്നലാണ് ബീസ്റ്റിന് ഉണ്ടായത്. ബീസ്റ്റ് പിന്നെയും ഒന്ന് നോക്കുകയാണ്. ഒന്ന് രണ്ട് തവണ ബീസ്റ്റ് ഡസ്റ്റിനെ നോക്കണ കണ്ടതും ജെനിക്സ് ബീസ്റ്റിനോട് പറഞ്ഞു, ഇയാള് ഇവിടെ സിൻഡനിലുള്ള ഒരു ഡോക്ടറാണ്. ഓ ഡോക്ടറാണല്ലേ, ഞാൻ ആകെ തെറ്റിദ്ധരിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് ബീസ്റ്റ് അയാളുടെ പെട്ടി തുറന്നു. പെട്ടിയിൽ വിവിധ ശൈലിയിലുള്ള ഉപകരണങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉപകരണങ്ങളാണോ അവയെന്ന് ചോദിച്ചാൽ അതേ നമുക്ക് പറയാമെങ്കിലും സത്യത്തിൽ അതെല്ലാം ഒരു ഒന്നൊന്നര സാധനങ്ങളാണ്. നഖം പിഴുകാനും നഖത്തിനിടയിലേക്ക് സൂചി കയറ്റാനും ഒക്കെ ഉള്ള പല സാധനങ്ങളും ഉണ്ട്. സൂചി കയറ്റുക എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിൽ ഒരു യന്ത്രം കറക്കുമ്പോൾ സൂചി ഇങ്ങനെ കയറി അങ്ങ് പോകും. ആ ശൈലിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ നേർത്ത സൂചി നഖത്തിനിടയിൽ കൂടി കയറി തൊലിക്കകത്തുകൂടി വളരെ ഉള്ളിലേക്ക് കയറ്റാൻ കഴിയുന്ന ശൈലിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ വളരെ നേർത്ത സൂചികൾ ഇഷ്ടംപോലെ ആ പെട്ടിയിലുണ്ട്. അങ്ങനെയുള്ള അനവധി ഉപകരണങ്ങൾ. ചിലതൊക്കെ തൊലി പൊളിക്കാനാണ്. നമ്മൾ ഉള്ളിയുടെ തൊലി പൊളിക്കും പോലെ ദേഹത്തിന് തൊലി പൊളിക്കാൻ കഴിയുന്ന ചില സാധനങ്ങളും ആ പെട്ടിയിലുണ്ട്. ശരിക്കും ക്രൂരമായി ആളുകളെ പീഡിപ്പിക്കാൻ ജയിലിനകത്ത് ഉപയോഗിക്കുന്ന സകല ഉപകരണങ്ങളുമായിട്ടാണ് നമ്മുടെ ബീസ്റ്റ് സ്ഥലത്തെത്തിയിരിക്കുന്നത്. അയാൾ പെട്ടിയിൽ നിന്ന് സൂചിയും ആ സൂചി കയറ്റാനുള്ള ഒരു ചെറിയ മോട്ടോർ പോലുള്ള സാധനവുമായി ഡസ്റ്റിന് അടുത്തേക്ക് നടന്നു. വളരെ എളുപ്പം കാര്യം തീർക്കുകയാണ് അയാളുടെ ലക്ഷ്യം. അയാൾ ഡസ്റ്റിന് അടുത്തേക്ക് നടക്കുന്നത് ടേബിളിന് അടുത്തേക്കുന്ന ജെയ്ഡും ജെനിക്സും ഒക്കെ നോക്കി നിൽക്കുകയാണ്. ബീസ്റ്റിന്റെ അടുത്തേക്ക് ബീസ്റ്റ് ഒരാളെ ശിക്ഷിക്കുമ്പോൾ വേറെ ആരും ചെല്ലുന്നത് ബീസ്റ്റിന് ഇഷ്ടമുള്ള കാര്യമല്ല. ഡസ്റ്റിന്റെ മുന്നിലെത്തിയ ബീസ്റ്റ് ഡസ്റ്റിന്റെ മുഖത്തേക്ക് നോക്കിയതും ഡസ്റ്റിൻ ബീസ്റ്റിനോട് ചോദിച്ചു, നീ ആൽബർട്ടിന്റെ ശിഷ്യനല്ലേ? പെട്ടെന്ന് ആൽബർട്ടിന്റെ പേര് കേട്ടപ്പോ ബീസ്റ്റ് ശരിക്കും വിടർന്ന കണ്ണുകളോടെ ഡസ്റ്റിനെ തന്നെ നോക്കുകയാണ്. ഏയ്, നിനക്കെങ്ങനെ ആൽബർട്ടിനെ അറിയാം? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാം. നീ എക്സിക്യൂഷണർ ആൽബർട്ടിന്റെ ശിഷ്യനല്ലേ? യമൻ എന്ന് എല്ലാരും വിളിക്കുന്ന കാലന്റെ പര്യായമായ സാക്ഷാൽ ആൽബർട്ടിന്റെ ശിഷ്യനാണോ എന്നാണ് ഡസ്റ്റിൻ റയസ് ബീസ്റ്റിനോട് ചോദിച്ചത്. ആ ചോദ്യം കേട്ടപ്പോ ബീസ്റ്റ് ഒന്ന് ചിരിച്ചു. ചിരിച്ചുകൊണ്ട് ബീസ്റ്റ് ഡസ്റ്റിനോട് ചോദിച്ചു, ഹാ കൊള്ളാലോ, നീ എന്റെ ഗുരുവിനെ കുറിച്ച് അറിഞ്ഞു വെച്ചിരിക്കുകയാണല്ലേ, എന്തായാലും നന്നായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ആ കയ്യിൽ നിൽക്കുന്ന സാധനങ്ങളുമായി ഡസ്റ്റിന്റെ പുറകിലേക്ക് വന്നു. ഡസ്റ്റിന്റെ പുറകിലേക്ക് വന്ന അയാൾ അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഡസ്റ്റിന്റെ ഷർട്ട് ഒന്ന് കീറിയിട്ടുണ്ട്. ആ കീറിയ ഷർട്ടിലേക്ക് നോക്കിയ ബീസ്റ്റ് പെട്ടെന്ന് മുട്ടിടിച്ച് താഴേക്ക് വീണു. ബീസ്റ്റിന്റെ ദേഹം കിടുകിട വിറയ്ക്കുകയാണ്. ഏകദേശം ഒരു 10-20 അടി മാറി ജെനിക്സും ജെയ്ഡും നിൽക്കുകയാണ്. അവരും ആ കാഴ്ച വ്യക്തമായി കണ്ടിരിക്കുകയാണ്. ഡസ്റ്റിൻ റൈസിന്റെ പുറകുവശത്തെത്തിയ മിസ്റ്റർ ബീസ്റ്റ് ഇപ്പോ തറയിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. അയാൾ പുതിയ ശൈലിയിൽ എന്തോ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോവുകയാവും. അങ്ങനെ ഒരു ചിന്തയാണ് ആ ചിത്രം ജെയ്ഡിലും ജെനിക്സിലും ഒക്കെ ഉണ്ടാക്കിയത്. അതേ ചിന്ത തന്നെയാണ് കുറച്ച് മാറി നിൽക്കുന്ന മറ്റു പട്ടാളക്കാർക്കും ഉള്ളത്. പക്ഷേ മിസ്റ്റർ ബീസ്റ്റ് മുട്ടുകുത്തി ഡസ്റ്റിന്റെ പുറകുവശത്ത് മുകൾ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അയാൾ ആ കീറിയ ഷർട്ടിനുള്ളിലൂടെ ഒരു ചിഹ്നം വായിച്ചെടുക്കുകയാണ്. അയാൾക്ക് കൃത്യമായിട്ട് ആ ചിഹ്നം കാണാം. സാക്ഷാൽ ഖിരിന്റെ ആ ഡ്രാഗൺ ചിഹ്നം. അയാൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ ചിഹ്നമാണ് അവിടെ അങ്ങനെ തെളിഞ്ഞു കാണുന്നത്. നേരത്തെ മുഖപരിചയമുള്ള ഒരാളാണല്ലോ എന്ന് ഡസ്റ്റിൻ റൈസിനെ കണ്ട നിമിഷത്തിൽ ബീസ്റ്റിന് തോന്നിയതാണ്. അതിനുശേഷം ഡസ്റ്റിൻ റൈസ് തന്നെ എക്സിക്യൂഷണർ കാലൻ യമൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആൽബർട്ടിന്റെ ശിഷ്യനാണോ എന്ന് ചോദിക്കുകയും ചെയ്തതാണ്. ഈ കാര്യങ്ങളെല്ലാം കൂടി ഒന്നിച്ച് പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്ക് വന്നതും മിസ്റ്റർ ബീസ്റ്റ് ചാടി എണീറ്റ് ഒരൊറ്റ ഓട്ടം. ചാടി എണീറ്റ മിസ്റ്റർ ബീസ്റ്റ് ഓടി വരുന്നത് ജെനിക്സും ഗ്രാൻഡും നിൽക്കുന്ന ഭാഗത്തേക്കാണ്. ഓടി ആ ടേബിളിന് അടുത്തെത്തിയ മിസ്റ്റർ ബീസ്റ്റ് അവിടെ തുറന്നു വെച്ചിരുന്ന ആ പെട്ടി അടച്ചെടുത്ത് ആ പെട്ടിയുമായി പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചതും ജെനിക്സ് ചോദിച്ചു, ഏയ് മിസ്റ്റർ ബീസ്റ്റ് എന്തു പറ്റി? ആ ചോദ്യം കേട്ടതും മിസ്റ്റർ ബീസ്റ്റ് തിരിഞ്ഞൊരു ഒറ്റയാടി. അപ്രതീക്ഷിതമായി അതിശക്തമായിട്ട് ജെനിക്സിന്റെ കവിളിലേക്ക് മിസ്റ്റർ ബീസ്റ്റ് ആഞ്ഞടിച്ചതും ജെനിക്സ് ആകെ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. ഏയ് ബീസ്റ്റ് എന്തായി കാണിക്കുന്നേ? നിങ്ങൾ എന്തിനാ തല്ലിയ? നിന്നെ തല്ലികൽ അതിനെ കൊല്ലുക വേണ്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കാലുയർത്തി ജെനിക്സിന് ഒരൊറ്റ ചവിട്ടേറ്റ് ജെനിക്സ്
ടേബിൾ ഇടിച്ച് താഴേക്ക് വീണു. ആ നിമിഷത്തിൽ മിസ്റ്റർ ബീസ്റ്റ് തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ്. അയാൾ ഓടി വന്ന് ആ ജയിലിന്റെ വാഹനത്തിലേക്ക് കയറി. അയാൾ വാഹനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അയാൾ വിളിച്ചു പറയുന്നുണ്ട്, വണ്ടിയെടുത്തോ. എന്തോ അപകടം സംഭവിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തതും മിസ്റ്റർ ബീസ്റ്റ് ചാടി അകത്ത് കയറിയതും ഒരേ നിമിഷത്തിലാണ്. ഇതിനിടയിൽ അയാൾ പെട്ടിയിൽ നിന്ന് പല സാധനങ്ങളും താഴേക്ക് വീണിരുന്നു. പെട്ടി ശരിയായി അടയ്ക്കാതെയാണ് അയാൾ പെട്ടിയുമായിട്ട് ഓടിയത്. അതൊന്ന് എടുക്കാനോ തിരിഞ്ഞു നോക്കാനോ ഒന്നും മിസ്റ്റർ ബീസ്റ്റ് തയ്യാറല്ല. അയാൾ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. ഈ സമയത്ത് തറയിൽ നിന്ന് എണീറ്റ ജെന്നിക്സ് അമ്പരപ്പോടെ ആ ബേസിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞു പോകുന്ന ജയിലിന്റെ ആ വാഹനത്തെ നോക്കുകയാണ്. ഇതിപ്പോ എന്താ ഇവിടെ സംഭവിച്ചത്? ആ ഒരു ചോദ്യമാണ് ജെന്നിക്സിന്റെ മനസ്സിലുള്ളത്. മിസ്റ്റർ ബീസ്റ്റ് എന്നറിയപ്പെടുന്ന ആ ജയിലർ ആർമിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഡെപ്യൂട്ടേഷൻ വാങ്ങിച്ച് പോയിരിക്കുന്ന ആളാണ്. അയാളൊരു ക്രൂരനായ പട്ടാളക്കാരനാണ്, ഡെപ്യൂട്ടി ജനറലാണ്. അയാൾ എന്തിന് തന്നെ അടിച്ചു? അയാൾ എന്തിന് ഒളിച്ചോടണം? അയാൾ എന്താ കാണിച്ചത്? എന്താ അവിടെ സംഭവിച്ചത്? ജെയ്ഡിനും ഒരു പിടിയില്ല. അമ്പരപ്പോടെ ജെന്നിക്സ് ജെയ്ഡിനോട് ചോദിച്ചു, ഏയ് ജെയ്ഡ്, ഈ ഡസൻ റൈസ് കുഴപ്പക്കാരനൊന്നും അല്ലല്ലേ? മിസ്റ്റർ ബീറ്റ്സിന്റെ ആ പെരുമാറ്റം ഒരു ഭയം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഡെപ്യൂട്ടി ജനറൽ ജെന്നിക്സ് ആ ചോദ്യം ജെയ്ഡിനോട് ചോദിച്ചത്. ഏയ് ജെന്നിക്സ്, ഇവൻ ആരുമില്ല, ഇവനൊരു ഹോസ്പിറ്റലിലെ ഡോക്ടർ മാത്രമാണ്, അതും ആരും വരാത്തൊരു ഹോസ്പിറ്റൽ. ഇവന് വേറെ ബന്ധുക്കളൊന്നുമില്ല. പിന്നെ അല്പസ്വല്പം അടിയന്തടയൊക്കെ അറിയാം, അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ സഹായം തേടിയത്. അങ്ങനെ ജെയ്ഡ് ഗ്രാൻഡ് പറഞ്ഞതും ജെന്നിക്സിന് ഒരു ഫോൺ വന്നു. ഫോൺ വിളിച്ചത് സാക്ഷാൽ ഹണ്ടർ ആൻഡേഴ്സൺ ആണ്. ഹണ്ടർ ആൻഡേഴ്സൺ സ്വിൻഡനിലെ തന്നെ ഏറ്റവും പ്രമുഖനായ വ്യക്തികൾ ഒരാളായതുകൊണ്ട് ഹണ്ടർ ആൻഡേഴ്സൺ നമ്പർ ജെന്നിക്സിന്റെ ഫോണിലുമുണ്ട്. ഹണ്ടർ ആൻഡേഴ്സൺ ഫോൺ എഴുതി കാണിച്ചതും ജെന്നിക്സ് ഫോൺ എടുത്തു. മിസ്റ്റർ ജെന്നിക്സ്, നിങ്ങൾ മിസ്റ്റർ റൈസിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് റൈസിനെ മോചിപ്പിക്കണം. മിസ്റ്റർ ഹണ്ടർ, അതൊന്നും പറ്റില്ല. ഞാൻ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന് വ്യക്തമായ കാരണം ഉണ്ടാവും. നിങ്ങൾ പറയുമ്പോൾ ആ കാരണങ്ങളൊക്കെ ഒഴിവാക്കി ആളെ മോചിപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജെന്നിക്സ് ഫോൺ കട്ട് ചെയ്തു. ഹണ്ടർ ആൻഡേഴ്സൺ ആണ് ഡസ്റ്റിന് വേണ്ടി വിളിച്ചിരിക്കുന്നത്. ഹണ്ടർ ആൻഡേഴ്സൺ വിളിച്ച കാര്യം ജെന്നിക്സ് ജെയ്ഡിനോട് പറഞ്ഞു. ഏയ് ജെയ്ഡ്, അവന് വേണ്ടി ഇതാ ആളിലൊക്കെ വിളിക്കുകയാണല്ലോ. ഏയ് അങ്ങനെ ചിലരൊക്കെ വിളിക്കണ്ടേ? അങ്ങനെ വിളിക്കും. പക്ഷേ നിങ്ങളുടെ ഒപ്പമുള്ളത് ഗ്രാൻഡ് കുടുംബമാണ്. ഗ്രാൻഡ് കുടുംബമാണ് അയാൾക്കൊപ്പമുള്ളതെന്ന് ജെയ്ഡ് ഗ്രാൻഡ് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞപ്പോ ജെന്നിക്സിനും ഒരു ധൈര്യമൊക്കെ വരികയാണ്. ജെന്നിക്സും ഗ്രാൻഡ് കുടുംബത്തിന്റെ ഭാഗമായ ഒരു കക്ഷി തന്നെയാണ്. ഗ്രാൻഡ് കുടുംബത്തിന്റെ പ്രധാന ഭാഗത്ത് ജെന്നിക്സ് ഇല്ലെങ്കിലും ജെന്നിക്സും ഗ്രാൻഡ് കുടുംബം എന്നാണ് പുറത്തേക്ക് പറയുക. ഗ്രാൻഡ് കുടുംബം മിൽസ്ബർഗും സ്വിൻഡനും ചേരുന്ന ആ ബലോർമ ഏരിയയിലെ ട്രമൻഡസ് 3 എന്നറിയപ്പെടുന്ന 3 കുടുംബങ്ങളിൽ ഒന്നാണ്. ഏറ്റവും ശക്തമായ കുടുംബങ്ങളിൽ ഒന്നാണെന്ന് അർത്ഥം. ആ കുടുംബത്തിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. ഗ്രാൻഡ് കുടുംബത്തിന് എല്ലാ മേഖലയിലും ബന്ധങ്ങളുണ്ട്. മിലിറ്ററിയിലും ബിസിനസ്സിലും ഔദ്യോഗിക തലങ്ങളിലും രാഷ്ട്രീയത്തിലും എന്ന് വേണ്ട എല്ലാ മേഖലയിലും ബന്ധങ്ങളുള്ള ഗ്രാൻഡ് കുടുംബം കൂടെ നിൽക്കുമ്പോൾ ഡസൻ റൈസ് ഒരു വിഷയമല്ല എന്ന് ജെന്നിക്സിന് അറിയാം. ജെന്നിക്സ് അങ്ങനെ ചിന്തിച്ചതും അടുത്ത കോള് വന്നു. അടുത്ത കോള് വരുന്നത് ഹാർമൺ കുടുംബത്തിൽ നിന്നാണ്. അവരുടെ ആവശ്യം സിമ്പിളാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന റൈസിനെ വിടണം. ഹാർമൺ കുടുംബം വിളിച്ചു കഴിഞ്ഞതും അടുത്ത കോള് മിൽസ്ബർഗിൽ നിന്നാണ്. ആ കോള് വിളിച്ചത് റോബർട്ട് ബിഗ്സ് ബ്രൂക്സ് ആണ്. മിൽസ്ബർഗിലെ 1/3 പണ ഇടപാടുകളും കൈകാര്യം ചെയ്യുന്ന വൻ പണക്കാരനായ കോടീശ്വരന്മാരിൽ ബില്യനെയറായ സാക്ഷാൽ ബിഗ് ബ്രൂക്സും വിളിച്ച് ആവശ്യപ്പെട്ടത് ഒരു സിമ്പിൾ കാര്യമാണ്, ഡസൻ റൈസിനെ വിടണം. തുടർച്ചയായി 3ാമത്തെ കോള് വന്നതും ജെന്നിക്സ് ജെയ്ഡിനോട് വീണ്ടും ചോദിച്ചു, ഏയ് ജെയ്ഡ്, നീ പറഞ്ഞ പോലെ അല്ലല്ലോ കാര്യങ്ങൾ. വീണ്ടും വീണ്ടും കോള് വരികയാണല്ലോ. ഡസ്റ്റിന് വേണ്ടി ആരും ശുപാർശ ചെയ്യാൻ ഉണ്ടാകില്ലെന്നാണ് ജെയ്ഡ് ആദ്യം ജെന്നിക്സിനോട് പറഞ്ഞത്. ഇപ്പൊ ഇതാ ഹണ്ടർ ആൻഡേഴ്സൺ, ഹാർമൺ കുടുംബം, അതിനുശേഷം സാക്ഷാൽ ബിഗ് ബ്രൂക്സ്, ഇവർ 3ഉം വിളിച്ചിരിക്കുകയാണ്. ജെന്നിക്സിന്റെ ആ ചോദ്യം കേട്ടതും ജെയ്ഡ് വീണ്ടും ജെന്നിക്സിനോട് പറഞ്ഞു, മിസ്റ്റർ ജെന്നിക്സ്, നിങ്ങൾ ഭയക്കേണ്ട കാര്യമേ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോടൊപ്പമുള്ളത് ഗ്രാൻഡ് കുടുംബമാണ്. ഗ്രാൻഡ് കുടുംബമാണ് തന്നോടൊപ്പമെന്ന് വീണ്ടും ജെയ്ഡ് പറഞ്ഞപ്പോ ജെന്നിക്സിന് ശരിക്കും ധൈര്യം വരികയാണ്. ആൻഡേഴ്സൺ കുടുംബവും ഹാർമൺ കുടുംബവും ബ്രൂക്സ് കുടുംബവും എതിർത്താലും തനിക്ക് പ്രശ്നമൊന്നുമില്ല, കൂടെ ഉള്ളത് ഗ്രാൻഡ് കുടുംബമാണ്. അങ്ങനെ ഒരു ഫീല് ജെന്നിക്സിന് ഉണ്ടായപ്പോ ഒരു പട്ടാളക്കാരൻ പെട്ടെന്ന് അകത്തേക്ക് വന്നു. സാർ, മറേ കുടുംബത്തിൽ നിന്ന് ഒരാൾ എത്തിയിട്ടുണ്ട്. മറേ കുടുംബത്തിൽ നിന്ന് മിൽസ്ബർഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കുടുംബങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് കുടുംബം. 2ാമത്തെ കുടുംബം മറേ കുടുംബമാണ്. മറേ കുടുംബത്തിൽ നിന്ന് ഇതാ ഒരാള് എത്തിയിരിക്കുന്നു. മറേ കുടുംബത്തിൽ നിന്ന് ആൾ എന്തിനാ എത്തിയത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് ജെന്നിക്സ് ആ ഉദ്യോഗസ്ഥനൊപ്പം ക്യാമ്പിന്റെ പുറത്തേക്ക് വന്നു. ക്യാമ്പിന്റെ പുറത്തു വരുമ്പോ അവിടെ ഡെപ്യൂട്ടി ജനറൽ
മിൽനെയാണ് നിൽക്കുന്നത്. മിൽനെ കണ്ടതും ജെന്നിക്സ് ചോദിച്ചു, ഏയ് മില്ല, എന്താ കാര്യം, എന്താ കാര്യമോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് മില്ല കൈ നിവർത്ത് ഒരൊറ്റയാടി. അപ്രതീക്ഷിതമായിട്ട് ജെന്നിക്സിന്റെ കവിളിൽ മില്ലയുടെ കൈ പതിഞ്ഞതും ജെന്നിക്സ് ഒന്ന് ചരിഞ്ഞ് താഴേക്ക് വീണു. അയാൾ ലേശ ബുദ്ധിമുട്ടിയ എണീറ്റത്. ഏയ് മില്ല, നീ എന്തിനാ കാണിച്ചേ? ഡെപ്യൂട്ടി ജനറൽ മിൽനെയും സൈനിക ആസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജെന്നിക്സും ഒരേ തസ്തികയിൽ വർക്ക് ചെയ്യുന്നവരാണ്. മില്ല റിട്ടയർ ആയ ജനറൽ ക്രിസ്റ്റഫറിന്റെ ബോഡി ഗാർഡ് കൂടിയാണ്. ഡ്രാഗൺ മാർഷ് എന്ന ആ രാജ്യത്തിന്റെ അതിർത്തികൾ കാലങ്ങളോളം സംരക്ഷിച്ചിരുന്ന വ്യക്തിയാണ് ക്രിസ്റ്റഫർ മറേ. ആ ക്രിസ്റ്റഫർ മറേക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അതുകൊണ്ട് സർക്കാർ അയാൾക്ക് വൻ സുരക്ഷാ സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സുരക്ഷാ സംവിധാനത്തിന്റെ തലപ്പത്താണ് സാക്ഷാൽ ജനറൽ മിൽനെ ഉള്ളത്. പട്ടാളം തന്നെയാണ് മറേക്ക് സംരക്ഷണം ഒരുക്കുന്നതെന്ന് അർത്ഥം. പട്ടാളത്തിൽ ഒരേ തസ്തികയിലുള്ള മിൽനെ തന്റെ കവളിൽ ആഞ്ഞടിച്ചപ്പോ ജെന്നിക്സിന് ശരിക്കും ദേഷ്യം വരികയാണ്. അതുകൊണ്ടാണ് അയാൾ ദേഷ്യപ്പെട്ട് മിൽനയോട് കാര്യം തിരക്കിയത്. ഏയ് ജെന്നിക്സ്, കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല, ഇപ്പോ ഡസൻ റൈസിനെ മോചിപ്പിക്കണം. ഡസൻ റൈസിനെ മോചിപ്പിക്കാനുള്ള ആവശ്യമായിട്ടാണ് ഇതാ മിൽനെ എത്തിയിരിക്കുന്നത്. ഏയ് മിൽനെ, ഇത് സൈനിക ആസ്ഥാനമാണ്. ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ആളെ അങ്ങനെ അങ്ങ് മോചിപ്പിക്കാൻ പറ്റില്ല. മിസ്റ്റർ ജെന്നിക്സ്, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കും. ഏയ് മിൽനെ, നീ അങ്ങനെ അങ്ങ് പറയാതെ, നീ അത്ര ധൈര്യപൂർവ്വം എന്നോട് അങ്ങനെ ആജ്ഞാപിക്കേണ്ട കാര്യമില്ല. ഞാനേ സാക്ഷാൽ ഗോഡ് ഓഫ് വാർ ആഡം സ്പാനറുടെ സൈന്യത്തിലെ ജനറലാണ്. അദ്ദേഹമാണ് എന്റെ തലപ്പത്തുള്ളത്. അദ്ദേഹം എന്നോടൊപ്പം ഉള്ളപ്പോ നീ എനിക്കൊരു വിഷയമേ അല്ല. ഡ്രാഗൺ മാർഷ് രാജ്യത്തിലെ പടിഞ്ഞാറൻ സൈഡ് മുഴുവൻ സംരക്ഷിക്കുന്നത് 3 ലക്ഷത്തോളം വരുന്ന ഒരു സൈന്യവുമായി ഗോഡ് ഓഫ് വാർ ആഡം സ്പാനറാണ്. ആ ആഡം സ്പാനറുടെ സൈന്യത്തിന്റെ ഭാഗമാണ് ജെന്നിക്സ്. ഡെപ്യൂട്ടി ജനറൽ ജെന്നിക്സിനെ സംരക്ഷിക്കുന്നത് സാക്ഷാൽ ആദം സ്പാനറാണ്. ആദം സ്പാനർ തനിക്ക് മുന്നിൽ ഉണ്ടെന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ ജെന്നിക്സ് പറഞ്ഞതും മിൽനെ ജെന്നിക്സിനോട് പറഞ്ഞു, നോക്ക്, ഡസൻ റൈസിനെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. നീ ഇവിടെ കയറി ഡസനെ കൊണ്ടുപോകുമെന്നോ? നടന്നു തന്നെ. അങ്ങനെ ജെന്നിക്സ് പറഞ്ഞതും മില്ല പെട്ടെന്ന് അയാളുടെ വാഹനത്തിലേക്ക് കയറി. മില്ല അതിവേഗം ക്യാമ്പ് വിട്ടു പോകുന്ന കണ്ടതും ജെന്നിക്സിന്റെ അടുത്തേക്ക് വന്ന ജെയ്ഡിനോടായി വീണ്ടും ജെന്നിക്സ് ചോദിച്ചു, ഏയ് ജെയ്ഡ്, ഇപ്പിതാ മറേ കുടുംബത്തിൽ നിന്ന് ആള് വന്നിരിക്കുന്നത്. ഈ ഡസ്റ്റിന് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ. ഹേയ് ജെന്നിക്സ്, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ അവന്റെ ചില കളികളാണ്. അവൻ അല്പസ്വല്പം മെഡിസിനൊക്കെ അറിയാം. അത് വെച്ച് അവൻ ചില ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ചില കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഹാർമൺ കുടുംബത്തെയും ബ്രൂക്സ് കുടുംബത്തെയും ആൻഡേഴ്സൺ കുടുംബത്തെയും ഇപ്പൊ ഇതാ മറേ കുടുംബത്തെയും അവന്റെ മെഡിക്കൽ സ്കിൽ ഉപയോഗിച്ച് അവൻ കമ്പനി അടിച്ചിരിക്കുകയാണ്. ജെയ്ഡ് അങ്ങനെ തീർത്തു പറഞ്ഞെങ്കിലും ഒരു കൺഫ്യൂഷൻ ജെന്നിക്സിന്റെ മനസ്സിലുണ്ട്. ആ ചിന്ത അയാളുടെ മുഖത്ത് പ്രതിഫലിച്ചതും ജെയ്ഡ് ജെന്നിക്സിനോട് പറഞ്ഞു, ഏയ് ജെന്നിക്സ്, ഗ്രാൻഡ് കുടുംബം എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, സ്വാധീനം മാത്രമല്ല, അധികാരം കൂടിയാണ്. ശരിക്കും ആ നാട്ടിലെ അധികാരം കൈയാളുന്ന അനവധി ആളുകൾ രാഷ്ട്രീയത്തിലും സൈന്യത്തിലും പോലീസിലും ബിസിനസ് മേഖലയിലും ഒക്കെ ഗ്രാൻഡ് കുടുംബത്തിൽ ഉള്ളത്. അവർ എല്ലാവരും കൂടി ചേരുമ്പോൾ മിൽസ്ബർഗും അതുപോലെ സിൻഡിനും ഉൾപ്പെടുന്ന ബലോർമ മേഖല മുഴുവൻ അവരുടെ അധീനതയിലാണ്. ആ ഒരു കരുത്താണ് ഗ്രാൻഡ് കുടുംബത്തിന്റെ കരുത്ത്. അതിനെക്കുറിച്ച് വീണ്ടും ജെയ്ഡ് ഓർമ്മിപ്പിച്ചപ്പോൾ ജെന്നിക്സിന് പിന്നെയും ഒരു ധൈര്യം വന്നു. ജെയ്ഡും ജെന്നിക്സും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബേസ് ക്യാമ്പിലേക്ക് അനവധി വാഹനങ്ങൾ വരുന്ന ശബ്ദം കേട്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ പൊടി പടർത്തിക്കൊണ്ട് വരുന്ന വാഹനങ്ങൾ ജെന്നിക്സിന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. വാഹനങ്ങളിലൊക്കെ കാണുന്നത് മറേ കുടുംബത്തിന്റെ കൊടിയാണ്. സാക്ഷാൽ ക്രിസ്റ്റഫർ മറേയുടെ കുടുംബത്തിന്റെ കൊടിയുമായിട്ട് അനവധി വാഹനങ്ങൾ അങ്ങോട്ട് വരികയാണ്. ആ കൊടിക്കൊപ്പം സൈന്യത്തിന്റെ അടയാളങ്ങളുമുണ്ട്. മറേ കുടുംബത്തിനെ സംരക്ഷിക്കുന്ന ആർമി തന്നെയാണ് ആ വാഹനങ്ങളിലുള്ളത്. 20ഓളം വാഹനങ്ങൾ അതിവേഗം അവിടേക്ക് വന്നതും പെട്ടെന്ന് അന്തരീക്ഷം ഒന്ന് ചൂടുപിടിക്കുകയാണ്. ആ വാഹനങ്ങളിൽ നിന്ന് ഭടന്മാർ ചാടി പുറത്തിറങ്ങി. ഏകദേശം 100ഓളം സൈനികരുണ്ട്. സകലരും ഗണ്ണുമായാണ് നിൽക്കുന്നത്. അസാൾട്ട് റൈഫിളുകളുമായി ഒരു കൂട്ടം ഭടന്മാർ സൈനിക ക്യാമ്പിന് നേരെ എയിം ചെയ്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജെന്നിക്സിന്റെ പുറകിൽ ആ ക്യാമ്പിലെ ആളുകളും അണിനിരുന്നു. മുഖത്തോട് മുഖം 2 സൈന്യം. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മില്ലിനെ കണ്ട ജെന്നിക്സ് മില്ലിനോട് ചോദിച്ചു, മില്ല, എന്താ ഇത്? നീ എന്താ സൈനിക ക്യാമ്പ് ആക്രമിക്കാൻ പോവുകയാണോ? ഏയ് ജെന്നിക്സ്, വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. നിന്നെയും നിന്റെ കൂടെ ഉള്ള ആളുകളെയും കൊന്നിട്ടാണെങ്കിലും ഞാൻ ഡസ്നെ ഇവിടുന്ന് കൊണ്ടുപോകും. സൈനിക ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറി അവിടെ തടവിലാക്കപ്പെട്ടിരിക്കുന്ന തടവ് പുള്ളിയെ രക്ഷിക്കുമെന്നാണ് ആർമിയിലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനായ
മിൽനെ പറയുന്നത്. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മിൽനെ ഇപ്പൊ നടത്തിയിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോ ജെന്നിക്സിന് ശരിക്കും ഒരു അസ്വസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട്. ഡസൻ റൈസിനെ രക്ഷിക്കാനായി ഒരു വൻ സൈന്യവുമായിട്ട് മിൽനെ എത്തുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല. ഇത്ര ശക്തമായിട്ട് മിൽനെ എന്തിനായിരിക്കാം ഇടപെടുന്നത്? അതിനുവേണ്ടി ഈ ഡസൻ റൈസ് ആരാണ്? ജെയ്ഡിനാണെങ്കിൽ ആകെ അറിയാവുന്നത് അയാൾ ഒരു ഡോക്ടറാണെന്ന് മാത്രമാണ്. ജെയ്ഡിന് ഡസന് വേറെ എന്തെങ്കിലും ബന്ധങ്ങളുള്ള കാര്യം അറിയത്തുമില്ല. ജെയ്ഡിന്റെ വാക്കുകൾ ആ കാര്യം വ്യക്തമാക്കുന്നതുകൊണ്ട് ജെന്നിക്സിന് പിന്നെ ഒന്നും ചോദിക്കാനുമില്ല. ശരിക്കും ഒരു സംഘർഷം ആ രണ്ട് ടീമും തമ്മിൽ ഉടലെടുക്കുമെന്ന് ബോധ്യമായ ആ നിമിഷത്തിൽ പെട്ടെന്ന് ആകാശത്ത് ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ടു. ആ ഹെലികോപ്റ്റർ ആ സൈനിക ആസ്ഥാനത്തിന് നേരെ മുകളിലെത്തിയതും ജെന്നിക്സിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് ഗോഡ് ഓഫ് വാർ ആദം സ്പാനറുടെ ഹെലികോപ്റ്ററാണ്. ആദം സ്പാനറുടെ ഹെലികോപ്റ്റർ ആ സൈനിക ആസ്ഥാനത്തേക്ക് ഇങ്ങനെ താഴ്ന്നിറങ്ങുമ്പോ ശരിക്കും സന്തോഷത്തിലായ ജെന്നിക്സ് മില്ലിനോട് പറഞ്ഞു, ഇടാ ഇനി നിനക്ക് രക്ഷയില്ല, എന്റെ ആൾ എത്തിയിട്ടുണ്ട്, എന്റെ ചീഫ് എത്തിയിരിക്കുകയാണ്, എന്റെ ഗോഡ് ഓഫ് വാർ എത്തിയിരിക്കുകയാണ്. ഗോഡ് ഓഫ് വാർ ആദം സ്പാനറുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തതും ആ ഹെലികോപ്റ്ററിൽ നിന്ന് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹത്തിന്റെ പുറകിലായി കുറച്ച് ലേഡി ഓഫീസേഴ്സും ഉണ്ട്. ആദം സ്പാനറും ആ ഉദ്യോഗസ്ഥരും നടന്ന് ജെന്നിക്സിന്റെ ഭാഗത്തേക്ക് വന്നു. ജെന്നിക്സ് അവരെ കണ്ട് മുന്നോട്ട് ഓടി ചെല്ലുമ്പോഴാണ് അവരടുത്ത് വരുന്നത്. ജെന്നിക്സ് ആദം സ്പാനറെ കണ്ടതും ആദം സ്പാനറോട് പറഞ്ഞു, ചീഫ് അങ്ങ് വന്നത് നന്നായി. ചീഫ് ഇവിടെ അവർ ഇടിച്ചു കയറാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന ഒരു കുറ്റവാളിയെ രക്ഷിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ജെന്നിക്സ് അങ്ങനെ പറയുമ്പോൾ ആദം സ്പാനർ മുന്നോട്ട് നടക്കുകയാണ്. ആദം സ്പാനർക്ക് ഒപ്പം നടന്നുകൊണ്ട് ജെന്നിക്സ് പിന്നെയും ആദം സ്പാനറോട് പറഞ്ഞു, ചീഫ് ആ കുറ്റവാളിയെ ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചീഫ് ആ കുറ്റവാളിയെ ഞങ്ങൾ കാര്യമായി ചോദ്യം ചെയ്തതേ ഉള്ളൂ. നിങ്ങള് കാര്യമായിട്ട് ചോദ്യം ചെയ്തു? പെട്ടെന്ന് ആദം സ്പാനർ ചോദിച്ചു. അതെ ചീഫ്, കാര്യമായിട്ട് ചോദിച്ചു. ഞങ്ങളുടെ ചാട്ടവാറുകൾ കാര്യമായി ഒന്ന് പണിതു. ജെന്നിക്സ് അങ്ങനെ പറഞ്ഞതും ആദം സ്പാനർ അകത്ത് തൂണിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ മനുഷ്യനെ ഒന്ന് നോക്കി. ഏകദേശം ഒരു 30 അടിയോളം ദൂരെയാണ് ആ തൂണ് നിൽക്കുന്നത്. 30 അടി ദൂരെ തൂണിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഡസൻ റൈസിനെ നോക്കിയ ആദം സ്പാനർ വീണ്ടും കണ്ണെടുത്ത് ഒന്നുകൂടെ നോക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഡസൻ റൈസ് ആദം സ്പാനറെ ഫോണിൽ വിളിക്കുന്നത്. 10 കൊല്ലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഡസന്റെ ശബ്ദം അന്നാണ് ആദം കേട്ടത്. അന്ന് ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ഇപ്പൊ ഇതാ ആ രൂപം വീണ്ടും കാണുകയാണ്. 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ബാലനായിരുന്ന ഡസൻ റൈസിന്റെ മെച്ചൂറായ രൂപമാണ് ഇപ്പൊ ആദം അങ്ങ് അകലെ ഏകദേശം ഒരു 30 അടി അപ്പുറത്തായി തൂണിൽ ബന്ധിക്കപ്പെട്ട ശൈലി കണ്ടത്. ജെന്നിക്സ് എന്തോ പറയാൻ തുടങ്ങിയതും ആദം സ്പാനർ വേഗം ഡസന് നേരെ നടന്നു. ഡസന് നേരെ നടക്കുന്ന ആദത്തിന് തൊട്ടു പുറകിലായി ജെന്നിക്സും ജെയ്ഡും ഉണ്ട്. ആദം അതിവേഗം നടന്ന് ഡസന് മുന്നിലെത്തി. ഡസന് മുന്നിലെത്തി ആദം ഡസനെ കണ്ടതും ഉറക്കെ പറഞ്ഞു, ഏയ് ബഡി, എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്? എടേ ബഡി, എത്ര നാളായിടാ നിന്നെ കണ്ടിട്ടെന്നുള്ള ഗോഡ് ഓഫ് വാർ ആദം സ്പാനറുടെ ആ വാചകം അവിടെ അങ്ങനെ ഉറക്കെ കേട്ടതും ആ ബേസിനകത്തുണ്ടായിരുന്ന മുഴുവൻ സൈനികരും ജെന്നിക്സും അതുപോലെ ജെയ്ഡും ശരിക്കും ഒന്ന് ഞെട്ടി. ബെഡി, സുഹൃത്തേ എന്നാണ് ആ വിളി. ഡസൻ റൈസിനെ ആദം സ്പാനർ അങ്ങനെ സംബോധന ചെയ്തതും ഡസൻ ആദത്തിനോട് പറഞ്ഞു, എടാ നീ വലിയ സംഭവമായിരിക്കണല്ലോ, നീ എനിക്ക് എന്തായാലും ചെലവ് ചെയ്യേണ്ടി വരും. എടാ നീ വലിയ സംഭവമായിരിക്കുന്നല്ലോ എന്ന് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഡസൻ റൈസ് ചോദിച്ചത് ഡ്രാഗൺ മാർഷിലെ ദ ഓൺ ആൻഡ് ഓൺലി ഗോഡ് ഓഫ് വാർ ആദം സ്പാനറോടാണ്. ഗോഡ് ഓഫ് വാർ ആദം സ്പാനറുടെ മുഖത്ത് നോക്കിക്കൊണ്ട് എടാ എന്ന് ഒരു കുറ്റവാളി വിളിക്കുമെന്ന് സങ്കല്പിക്കാൻ പോലും ആർക്ക് പറ്റില്ലല്ലോ. അമ്പരപ്പോടെ എല്ലാവരും നോക്കുമ്പോ ആദം ഡസനോട് പറഞ്ഞു, പിന്നെ ചെലവ് ചെയ്യാതെ വിടുവോ? എന്തായാലും നീ ഒരു സംഭവം തന്നെ. അത്രയും പറഞ്ഞിട്ട് ആദം ജെന്നിക്സ് നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കിയിട്ട് അവരോട് പറഞ്ഞു, ഈ ചങ്ങലൊന്നും അഴിച്ചേ. അത് കേട്ടതും ഡസൻ ആദത്തിനോട് പറഞ്ഞു, ഏയ് അതൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡസൻ പെട്ടെന്ന് കൈയൊന്ന് വലിച്ചു, കാലും ഒന്ന് അനക്കി. ജെന്നിക്സിനെയും ജെയ്ഡിനെയും മുഴുവൻ സൈനികരെയും ഞെട്ടിച്ചുകൊണ്ട് ഡസനെ കെട്ടിയിരുന്ന മുഴുവൻ ചങ്ങലകളും പെട്ടെന്ന് പൊട്ടി കഷ്ണം കഷ്ണമായ പൊട്ടി പോവുകയാണ്. വലിയ ബലത്തിൽ അവർ കെട്ടിയിട്ടിരുന്ന ആ ചങ്ങലകൾ കഷ്ണം കഷ്ണമായി പൊട്ടുമ്പോൾ തികഞ്ഞ നിശബ്ദതയാണ് ആ താവളത്തിൽ. അമ്പരപ്പോടെ ജെന്നിക്സും ജെയ്ഡും ഡസൻ നോക്കുമ്പോൾ ഡസൻ ആദത്തിനോട് ചോദിച്ചു, ഇവരെന്ത് ചെയ്യാൻ പോകുന്നു? ജെന്നിക്സിനെയും ജെയ്ഡിനെയും ചൂണ്ടിയാണ് ആദത്തിനോട് ഡസൻ അങ്ങനെ ചോദിച്ചത്. അത് കേട്ടതും ആദം അയാൾക്കൊപ്പം വന്ന ഉദ്യോഗസ്ഥർ നോക്കിയിട്ട് അവരോട് പറഞ്ഞു, മിസ്റ്റർ ജെന്നിക്സിന്റെ ആ സ്റ്റാർസ് എല്ലാം അഴിച്ചു വാങ്ങും. അയാളെ ഈ നിമിഷം തന്നെ ഉദ്യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള ഓർഡർ ഇറക്കും. അയാളെയും
അയാൾക്ക് കൂട്ടുനിന്ന ഈ ലേഡിയും ജയിലിലേക്ക് അയക്കി. ഗോഡ് ഓഫ് വാർ ആദം സ്പാനറുടെ വാക്കുകൾ ജെന്നിക്സിനെയും ജെയ്ഡിനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. സംഗതി ഇങ്ങനെ തിരിഞ്ഞു മറിയുമെന്ന് അവർ രണ്ടുപേരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല. അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഡസ്റ്റിൻ റയസ് ഇതാ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവർ രണ്ടുപേരെയും പട്ടാളം അറസ്റ്റ് ചെയ്യുകയാണ്. ജെന്നിക്സ് ഏതാണ്ട് അമ്പരം നിൽക്കുമ്പോൾ ആദം സ്പാനറും ഡസ്റ്റിൻ റയസും കൂടി ആ ക്യാമ്പിന്റെ പൂമുഖത്തേക്ക് നടക്കുകയാണ്. ശരിക്കും ചങ്കായ രണ്ട് സുഹൃത്തുക്കൾ ഒന്നിച്ച് സംസാരിച്ചടക്കുകയാണ്. ഡസ്റ്റിനെ പുറത്തു പിടിച്ചുകൊണ്ടാണ് ആദം സ്പാനർ നടക്കുന്നത്. ആദം സ്പാനർ മുന്നോട്ട് പോണ കണ്ടതും ജെന്നിക്സ് ഓടി ആദം സ്പാനറുടെ അടുത്തെത്തി. ചീഫ്, എന്താ സംഭവം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചീഫ്, ആരാ ഇദ്ദേഹം? ചീഫ്, എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ജെന്നിക്സിന്റെ വായിന്ന് വന്നതും ആദം സ്പാനർ ജെന്നിക്സിനോട് പറഞ്ഞു, ഏയ്, നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. ചീഫ്, എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീ ആരെയാണ് അറസ്റ്റ് ചെയ്യുന്നത് നിനക്ക് അറിയാമോ? അറസ്റ്റ് ചെയ്ത വ്യക്തി അയാൾ വിചാരിച്ച പോലെ ചെറിയ കക്ഷി അല്ല എന്ന് ഒരു തോന്നൽ ഇപ്പോൾ അയാൾക്കും ഉണ്ട്. കാരണം ആദം സ്പാനറാണ് അവിടെ വന്നിരിക്കുന്നത്. ആദം സ്പാനർ വന്ന് ആ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ അതിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അറിയാം. എന്നാൽ അറിയാനുള്ള ആകാംക്ഷയോടുകൂടി ജെന്നിക്സ് ആദത്തിനോട് വീണ്ടും തിരക്കി, സർ, ആരാണ് ഇദ്ദേഹം? ജെന്നിക്സ്, ഇത് ലോഗൻ റൈസ് ആണ്. റൈസ് കുടുംബത്തിലെ ആ മൂത്ത പുത്രനാണ് ഇത്. ലോഗൻ റൈസ് എന്ന വാക്ക് കേട്ടതും അതുവരെ ധൈര്യപൂർവ്വം നിന്ന ജെന്നിക്സ് പെട്ടെന്ന് മുട്ടിടിച്ച് താഴേക്ക് വീണു. ലോഗൻ റൈസ്, അയാൾക്ക് മറക്കാൻ കഴിയാത്ത പേരാണത്. റൈസ് കുടുംബത്തിന്റെ മൂത്ത പുത്രൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ കഥ വ്യക്തമാണ്. റൈസ് കുടുംബത്തിനെ തൊട്ടു കളിക്കാൻ സാക്ഷാൽ ചക്രവർത്തി പോലും ഒന്ന് വിസമ്മതിക്കും. രാജ്യത്തിലെ ഏറ്റവും ശക്തമായ ഒരു സംവിധാനമാണ് റൈസ് കുടുംബം. ആ റൈസ് കുടുംബത്തിന്റെ മൂത്ത പുത്രൻ സാക്ഷാൽ ലോഗൻ റൈസിനെയാണ് താൻ തടവിൽ പിടിച്ചതും ചങ്ങലക്കിട്ടതും മർദ്ദിച്ചതും. തീർന്നു, അവസാനിച്ചു, എല്ലാം കഴിഞ്ഞു. ജെന്നിക്സിന് കഥ മനസ്സിലായി. ഇനി കൂടുതലൊന്നും പറയാനില്ല. പെട്ടെന്ന് ചാടി എണീറ്റ് ജെന്നിക്സ് ഓടി ജെയ്ഡിന്റെ അടുത്തെത്തി. ജെയ്ഡിന്റെ അടുത്തേക്ക് ഓടി എത്തിയതും അയാൾ ചാടി ജെയ്ഡിനൊന്ന് പിടിച്ചു. ജെയ്ഡിനെ പിടിച്ചിട്ട് അമ്പരം നിൽക്കുന്ന ജെയ്ഡിന്റെ കവിളിൽ അയാൾ ഒറ്റ കടി. ശരിക്കും ദേഷ്യത്തോടെ അയാൾ ജെയ്ഡിന്റെ കവിൾ അങ്ങനെ കടിച്ചു പിടിക്കുകയാണ്. ഏയ് ജെയ്ഡ്, നീ എന്തിനാ എന്നോട് ഇത് ചെയ്തത്? തന്റെ കവിളിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന ജെന്നിക്സിനെ തള്ളി മാറ്റി ജെയ്ഡ് ജെന്നിക്സോട് ചോദിച്ചു, ജെന്നിക്സ്, എന്താ ഇത്? എന്താ സംഭവം? ആരാ ഡസ്റ്റിൻ? ജെയ്ഡ്, അത് ലോഗനാണ്, ലോഗൻ റൈസ് ആണ്. ഗ്രാൻഡ് ഫാമിലിയിലെ ജെയ്ഡ് ഗ്രാൻഡിന് ലോഗൻ റൈസ് എന്ന പേര് അറിയാം. ആരാണ് ലോഗൻ റൈസ് എന്നും അറിയാം. അത് അവളുടെ അടുത്ത ആക്ഷനിൽ വിളിച്ചു പറയുകയാണ്. ലോഗൻ റൈസ് എന്ന് കേട്ടതും ജെയ്ഡ് താഴേക്ക് വീണു. ശരിക്കും അവള് കാലിടിച്ച് വീഴുകയാണ്. മുട്ട് തറയിലിടിച്ചതും അവൾ തല കൊണ്ട് തറയിലിടിച്ചു തുടങ്ങി. ഒരു കാരണവശാലും അവൾ ജോഷയ്ക്ക് വേണ്ടി പകരം ചോദിക്കാൻ ഡസ്റ്റിനെ പിടികൂടാൻ പാടില്ലായിരുന്നു. അവൾ മാത്രമല്ല അവസാനിക്കാൻ പോകുന്നത്, ലോഗൻ റൈസിനെ തൊട്ടത് കൊണ്ട് അവളുടെ ഗ്രാൻഡ് കുടുംബവും ഇതാ അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു തോന്നലാണ് പെട്ടെന്ന് അവൾക്കുണ്ടായത്. അവൾ കാരണം ഗ്രാൻഡ് കുടുംബം ഇതാ പെട്ടിരിക്കുന്നു. സാക്ഷാൽ ലോഗൻ റൈസ് അവളുടെ മുന്നിൽ അങ്ങനെ വന്നു പെടുമെന്നോ, ലോഗൻ റൈസിനെ അവൾ ചങ്ങലക്കിടുമെന്നോ അവൾ എങ്ങനെയാ വിശ്വസിക്കാൻ? അകത്ത് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഡസ്റ്റിൻ റൈസും ആദം സ്പാനറും ഒരു വാഹനത്തിലേക്ക് കയറി കഴിഞ്ഞു. അവരുടെ വാഹനം ബേസ് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് നീങ്ങുന്ന അതേ സമയത്ത് ഡക്കോട്ട ഡാലിയോട് പറഞ്ഞു, ഡാലിയ, എനിക്ക് പരിചയമുള്ള എല്ലാരെ കൊണ്ടും ഞാൻ വിളിപ്പിച്ചു. അവരെല്ലാവരും അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമം നടത്തി നോക്കി. പക്ഷേ ഡസ്റ്റിനെ വിടാൻ ജനറൽ ജെന്നിക്സ് തയ്യാറാകുന്നില്ല. ജനറൽ ജെന്നിക്സ് ആണ് ഡസ്റ്റിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ വിവരം ഡക്കോട്ട കളക്ട് ചെയ്തിട്ടുണ്ട്. ഡക്കോട്ട ഗ്ലൻസ്റ്റഡിലെ നെക്കോൾസൺ കുടുംബത്തിലുള്ള സൈനിക നേതൃത്വവുമായി ബന്ധമുള്ള ആളുകളെ കൊണ്ടൊക്കെ ജെന്നിക്സിനെ വിളിപ്പിച്ചെങ്കിലും ജെന്നിക്സ് കേൾക്കുന്നില്ല. അയാള് ഡസ്റ്റിനെ വിടാൻ തയ്യാറേ അല്ല. ആ വിവരമാണ് ഇപ്പോ ഡക്കോട്ട വഴി ഡാലിയ അറിഞ്ഞത്. ഡാലിയ അമ്പരം നിൽക്കുമ്പോൾ ഫ്ലോറൻസ് ഡാലിയോട് പറഞ്ഞു, ഡാലിയ, നീ എന്തിനാ വിഷമിക്കുന്നത്? ഡസ്റ്റിനെ നീ ഡൈവേഴ്സ് ചെയ്തല്ലേ? അമ്മ, അതല്ല, ഡസ്റ്റിനെ പലപ്പോഴും രക്ഷിച്ചിട്ടുണ്ട്. ഡസ്റ്റിൻ എന്റെ ജീവൻ രക്ഷിച്ച വ്യക്തിയാണ്. എന്നെ പല അപകടത്തിൽ നിന്ന് രക്ഷിച്ച വ്യക്തിയാണ്. എനിക്ക് എന്തായാലും ഡസ്റ്റിനെ രക്ഷിച്ചേ പറ്റൂ. അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കാം. ഞാൻ എന്റെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റിട്ടാണെങ്കിലും ഡസ്റ്റിനെ രക്ഷിക്കും. തന്റെ സ്വത്തുക്കളെല്ലാം വിറ്റിട്ടാണെങ്കിലും ഡസ്റ്റിനെ രക്ഷിക്കാൻ താൻ ശ്രമിക്കുമെന്ന് പറഞ്ഞതും ഡക്കോട്ട ഡാലിയോട് പറഞ്ഞു, ഏയ് ഡാലിയ, ഇപ്പോ പണമൊന്നുമല്ല വേണ്ടത്, ഇവിടെ വേണ്ടത് സ്വാധീനമാണ്. ശരിക്കും സ്വാധീനമുള്ള ആരെങ്കിലും ഇടപെട്ടാലേ കാര്യം നടക്കൂ. അതിപ്പോ ആരാ ഉള്ളത്? ഡാലിയ അങ്ങനെ ചോദിച്ചതും ഡക്കോട്ട ഡാലിയോട് പറഞ്ഞു, എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. അയാൾ വിചാരിച്ചാൽ ഉറപ്പായി നടക്കും. പക്ഷെ നീ അയാളോട് അഭ്യർത്ഥിക്കണം. അതാരാ? അത് മിസ്റ്റർ ലൂയിസ് ലാങ്ഫോർട്ട് ആണ്. ലൂയിസ് ലാങ്ഫോർട്ട് അതാരാ?
ഡാലിയുടെ ചോദ്യം കേട്ടതും അതിന് മറുപടി പറഞ്ഞത് ഫ്ലോറൻസ് ആണ്. ഏയ് ഡാലിയ, ഞാൻ ഇന്നലെ പരിചയപ്പെട്ടതാണ് മിസ്റ്റർ ലാങ്ഫോർഡിനെ. ലാങ്ഫോർഡ് അങ്ങ് സ്റ്റോണിയിൽ നിന്ന് വരുന്നതാണ്. സ്റ്റോണിയിലെ ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയാണ്, പ്രഭു കുടുംബമാണ് ലാങ്ഫോർഡ് കുടുംബം. ആ ലാങ്ഫോർഡ് കുടുംബത്തിലെ ലൂയിസ് ലാങ്ഫോർഡ് വിചാരിച്ചാൽ ഡസ്റ്റിനെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഡെക്കോട്ടയും ഫ്ലോറൻസും പറഞ്ഞപ്പോ ഡാലിയ ഡെക്കോട്ടോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ലൂയിസിനെ വിളിക്കേ. ഏയ് ഞാൻ വിളിച്ചുകൊണ്ട് കാര്യമില്ല. ഡെക്കോട്ട അത് പറഞ്ഞതും ഫ്ലോറൻസ് ഡാലിയോട് പറഞ്ഞു, എന്റെ കയ്യിൽ ലാങ്ഫോർഡിന്റെ നമ്പർ ഉണ്ട്, ഇന്നലെ പാർട്ടിക്ക് വെച്ച് പരിചയപ്പെട്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവർ ആ നമ്പർ ഡയൽ ചെയ്തു. ലൂയിസ് ലാങ്ഫോർഡ് കണക്ഷനിൽ വന്നതും ലാങ്ഫോർഡിനോടായി ഫ്ലോറൻസ് പറഞ്ഞു, മിസ്റ്റർ ലാങ്ഫോർഡ്, ഡാലിക്ക് എന്തോ സംസാരിക്കണമെന്ന്. ഡാലിക്ക് എന്തോ സംസാരിക്കണമെന്ന് ഫ്ലോറൻസ് പറഞ്ഞതിന് ശേഷം ഫോണ് ഫ്ലോറൻസ് ഡാലിക്ക് കൊടുത്തു. ഡാലിയ ഫോൺ എടുത്തതും ഇമ്പമുള്ള ഒരു ശബ്ദം മറുഭാഗത്തൂടെ കേൾക്കാം. ഏയ് ഡാലിയ, എന്താ വേണ്ടേ, പറഞ്ഞോളൂ. മിസ്റ്റർ ലാങ്ഫോർഡ്, എനിക്കൊരു സഹായം വേണം. ഏയ് ഡാലിയ, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം. ഡാലിയ പറഞ്ഞാൽ മതി. മിസ്റ്റർ ലാങ്ഫോർഡ്, എന്റെ ഒരു സുഹൃത്തിനെ മിലിറ്ററി അറസ്റ്റ് ചെയ്തു. മിലിറ്ററി അറസ്റ്റ് ചെയ്തു? അയ്യോ, അയാളുടെ കാര്യം കഷ്ടമാവുമല്ലോ. മിസ്റ്റർ ലാങ്ഫോർഡ്, അങ്ങനെ പറയരുത്. അദ്ദേഹത്തെ എങ്ങനെ രക്ഷിക്കണം? എന്താ അയാളുടെ പേര്? അയാളുടെ പേര് ഡസൻ റൈസ് എന്നാണ്. ഓക്കെ ഓക്കെ, ഡീറ്റെയിൽസ് അയക്കേ. അങ്ങനെ പറഞ്ഞതിന് ശേഷം ലാങ്ഫോർഡ് ഡാലിയോട് പറഞ്ഞു, ഡാലിയ, ഞാൻ സഹായിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. മിസ്റ്റർ ലാങ്ഫോർഡ്, എന്താ കണ്ടീഷൻ? ഡാലിയ, ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് ഒരു ഡിന്നർ കഴിക്കണം, ഒരു ഡേറ്റ്. സമ്മതമാണെങ്കിൽ ഞാൻ ഡസ്റ്റിനെ രക്ഷിക്കാം. ഒരു വല്ലാത്ത ആവശ്യമാണ് ലാങ്ഫോർഡ് ഉന്നയിച്ചിരിക്കുന്നത്. രാത്രി ഒരു ഡിന്നർ ഒന്നിച്ച് കഴിക്കണം. ഒരു ഡിന്നർ അല്ലേ എന്ന് കരുതി അവസാനം ഡാലിയ സമ്മതിച്ചു. ഫോൺ കട്ട് ചെയ്ത് ഡാലിയ ഫ്ലോറൻസിന് കൊടുത്തിട്ട് ഫ്ലോറൻസോട് പറഞ്ഞു, അമ്മ, ഡസ്റ്റിനെ രക്ഷിക്കാൻ മിസ്റ്റർ ലാങ്ഫോർഡ് ഇടപെടാന്നാ പറഞ്ഞത്. പക്ഷേ ഞാൻ രാത്രി അയാളുടെ ഒപ്പം ഡിന്നർ കഴിക്കാൻ ചെല്ലണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നത്. ഡാലിയ, അതൊരു സിമ്പിൾ കാര്യമല്ലേ? നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നിന്നോടൊപ്പം ഡിന്നർ കഴിക്കാൻ അദ്ദേഹം സമ്മതിച്ചത്? അങ്ങ് സ്റ്റോണിയിൽ നിന്ന് വന്ന ആളല്ലേ. ലാങ്ഫോർഡ് കുടുംബം സ്റ്റോണിയിലെ അറിയപ്പെടുന്ന പ്രഭു കുടുംബമാണ്. അവിടെയുള്ള ഒരാള് നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ തയ്യാറാകുക എന്ന് പറഞ്ഞാൽ ആ ചെറിയ കാര്യമാണോ? ഫ്ലോറൻസിന്റെ ആ വാചകത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഡക്കോട്ട ഡാലിയോട് പറഞ്ഞു, ഡാലിയ, നീ ആ ഡസ്റ്റിനെ വിട്ടിട്ട് ഈ ലാങ്ഫോർഡിനെ കല്യാണം കഴിക്കുക. മിസ്റ്റർ ലൂയിസ് ലാങ്ഫോർഡ് ആള് സുമുഖനുമാണ്, ശക്തനുമാണ്, പവർഫുള്ളുമാണ്. എല്ലാ മേഖലയിലും ശക്തിയുള്ള വ്യക്തിയാണ് ലൂയിസ് ലാങ്ഫോർഡ്. പ്രഭു കുടുംബത്തിന്റെ ഭാഗവുമാണ്. അങ്ങനെയുള്ള ലൂയിസ് ലാങ്ഫോർഡിനെ ഡാലിയ നിക്കോൾസൺ വിവാഹം കഴിക്കുന്നത് നല്ലതാണെന്ന് ഡക്കോട്ട പറഞ്ഞപ്പോൾ ഫ്ലോറൻസും ഡാലിയോട് പറഞ്ഞു, ഡാലിയ, നീ എന്തായാലും വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിൽ പോയി നീ നന്നായിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങ്. രാത്രി ഡിന്നറിന് ചെല്ലുമ്പോൾ നിന്നെ കണ്ടാൽ അയാൾക്ക് ഇഷ്ടമാകണം. അമ്മ, അതൊന്നും പറ്റത്തില്ല. എനിക്ക് അങ്ങനെ ലാങ്ഫോർഡിനെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. ഡാലിയ, നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ എന്നാലും നീ എന്താ അണിഞ്ഞൊരുങ്ങ്. സുന്ദരിയായി ചെല്ലുന്നത് എന്താ മോശമുള്ള കാര്യമാണോ? അങ്ങനെ ഡാലിയോട് പറഞ്ഞപ്പോ ഡാലിയ സമ്മതിച്ചു. ഡാലിയ അവർ രണ്ടുപേരോടും യാത്ര പറഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു. ഡാലിയ വീട്ടിലേക്ക് പോകുന്നത് നോക്കി നിൽക്കുന്ന ഫ്ലോറൻസിനോടായി ഡക്കോട്ട പറഞ്ഞു, മിസ്റ്റർ ലൂയിസ് ലാങ്ഫോർഡിന് ഡാലിയോട് ഒരു ഇഷ്ടം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് കൂട്ടു നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ലാങ്ഫോർഡ് കുടുംബത്തിൽ ഒരു അധികാര തർക്കം വരാൻ പോവുകയാണ്. അടുത്ത അധികാരിയാകാനായി ലൂയിസ് ലാങ്ഫോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ സഹോദരന്മാരും അതേ ശ്രമത്തിലാണ്. ലൂയിസ് ലാങ്ഫോർഡ് അയാളുടെ ശക്തി ഒന്ന് വർദ്ധിപ്പിക്കാനായി ഒരു വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിലാണ്. ഒരു അറിയപ്പെടുന്ന കുടുംബത്തിൽ നിന്ന്, ശരിക്കും ശക്തിയുള്ള കുടുംബത്തിൽ നിന്ന്, സമ്പന്നമായ കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹം, അതാണ് അയാളുടെ ടാർഗറ്റ്. അതിനു വേണ്ടിയാണ് അയാൾ തലസ്ഥാനത്ത് നിന്ന് തെക്കോട്ട് തിരിച്ചത്. തെക്ക് ഗ്ലൻസ്റ്റഡിലുള്ള നിക്കോൾസൺ കുടുംബവുമായി ലാങ്ഫോർഡ് കുടുംബത്തിന് ബന്ധമുണ്ട്. അങ്ങനെയാണ് അയാൾ തെക്കുള്ള നിക്കോൾസൺ കുടുംബത്തിൽ എത്തുന്നത്. ഗ്ലൻസ്റ്റഡിലെ നിക്കോൾസൺ കുടുംബത്തിലെത്തി അനുയോജ്യയായ ഒരു പെൺകുട്ടിയെ തിരക്കുമ്പോഴാണ് അയാൾ യാദൃശ്യവശാൽ സ്വിൻഡനിലുള്ള ഹെൻറി നിക്കോൾസന്റെ ചെറുമകൾ ഡാലിയ നിക്കോൾസന്റെ ചിത്രം കാണുന്നത്. ഹെൻറിയുടെ പിതാവ് ഹെൻറിയും കുടുംബത്തെയും നിക്കോൾസൺ കുടുംബത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന സമയമായതുകൊണ്ട് ഡാലിയ നിക്കോൾസന്റെ ചിത്രം അവിടെ ആ ഫാമിലിയിൽ ഉണ്ടായിരുന്നു. പലരും ഡാലിയുടെ ചിത്രം സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഡാലിയെ ആരായാലും ഒന്ന് നോക്കും, അത്ര സുന്ദരിയാണ് ഡാലിയ. ഡാലിയുടെ ചിത്രം കണ്ട ലൂയിസ് ലാങ്ഫോർഡ് പെട്ടെന്ന് അയാളുടെ തീരുമാനം അവരെ അറിയിച്ചു. ഡാലിയ നിക്കോൾസനെ വിവാഹം കഴിക്കാൻ അയാൾക്ക് താല്പര്യമുണ്ട്. ഡാലിയ നിക്കോൾസനെ ലൂയിസ് ലാങ്ഫോർഡിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള ദൗത്യവുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഡക്കോട്ട നിക്കോൾസനും അവളുടെ അമ്മ ജെയിൻ നിക്കോൾസനും സ്വിൻഡനിൽ എത്തിയത്. അതാണ് കഥയുടെ ബേസ്. രാത്രി 8 മണി സ്വിൻഡനിലെ ഒരു പ്രമുഖ റെസ്റ്റോറന്റിൽ രണ്ടാമത്തെ നിലയിൽ ഡസൻ റൈസും
ആദം സ്പാനറും കൂടി അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാനുണ്ട്. അവർ ഇരിക്കുന്ന ഭാഗത്തുള്ള ജനാലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ താഴെ നിന്നുള്ള വണ്ടികൾ വരുന്നതും പോർട്ടിക്കൽ നിൽക്കുന്നതൊക്കെ കാണാം. ഡസ്റ്റിനോടായി ആദം ചോദിച്ചു, ഏയ് ഡസ്റ്റിൻ, നീ കല്യാണം കഴിച്ചല്ലേ? ഇടാ, അത് എപ്പോഴാ സംഭവിച്ചേ? ഏയ് ആദം, അതൊക്കെ ഒരു കഥയാണ്. ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ള സത്യമാണ്, പക്ഷെ ഡൈവേഴ്സായി. ഡൈവേഴ്സായോ? എന്നാ നന്നായി. ഡൈവേഴ്സ് ആയെങ്കിൽ നന്നായി എന്നാണ് പെട്ടെന്ന് ആദം സ്പാനർ പറഞ്ഞത്. ആദം സ്പാനർ അങ്ങനെ പറഞ്ഞപ്പോ കൗതുകത്തോടെ ആദം സ്പാനറുടെ മുഖത്തേക്ക് ഡസ്റ്റൻ നോക്കിയതും ആദം ഡസ്റ്റനോട് പറഞ്ഞു, ഇടാ, എന്റെ അനിയത്തി എത്ര നാളെ ഇതിനെ കാത്തിരിക്കുകയാണ്. ആദം സ്പാനറുടെ അനുജത്തി സ്കാർലറ്റ് സ്പാനർ ഗോഡസ് ഓഫ് വാർ എന്ന നിലയിൽ ഡ്രാഗൺ മാർഷ് മുഴുവൻ അറിയുന്നതാണ്. ഡ്രാഗൺ മാർഷിന്റെ നോർത്തേൺ ഭാഗത്തെ അതിർത്തി സംരക്ഷിക്കുന്നത് സാക്ഷാൽ ഗോഡസ് ഓഫ് വാർ സ്കാർലറ്റ് സ്പാനറാണ്. അതൊന്നും ശരിയാവില്ല. ആദം പറഞ്ഞതും ഡസ്റ്റിന്റെ മറുപടി ഉടമറിയാണ്, ഹേയ് ഡസ്റ്റിൻ, അങ്ങനെയല്ല. അവൾക്ക് ഇതിനെ ശരിക്കും ഇഷ്ടമാണ്. അവൾ സത്യത്തിൽ അതിർത്തിയിലായിപ്പോയത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വരാത്തത്. അവൾക്ക് അതിർത്തിയിൽ നിന്ന് ഒന്ന് പിന്മാറാൻ പറ്റിയാൽ ആ സമയം അവൾ ഇതിനെ കാണാൻ ഓടിയെത്തും. ഡസ്റ്റിന് സ്കാർലറ്റ് സ്പാനറെ അറിയാം. സ്കാർലറ്റ് സ്പാനറും ആദം സ്പാനറും ഡസ്റ്റിൻ റേസും ഒന്നിച്ച് കളിച്ച് വളർന്ന ആളുകളാണ്. ആദത്തിന് ഭയമുള്ള രണ്ട് കക്ഷികൾ ഈ ഡസ്റ്റിനും പിന്നെ സ്കാർലറ്റുമാണ്. അടി കൂടുമ്പോ രണ്ടുപേരും ആദത്തിനെ പൊതുരെ തല്ലുമായിരുന്നു. ആ ഭയം ഇപ്പോഴും ആദത്തിനുണ്ട്. ആദത്തിന്റെ സഹോദരി സ്കാർലറ്റ് സ്പാനർ ഇപ്പോ ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്. മാർഷൽ ആർട്ടിസ്റ്റിലെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ ഒന്ന്. ഗ്രാൻഡ് മാസ്റ്ററായി ഈ ചെറുപ്രായത്തിൽ എത്തിയിരിക്കുന്ന ആദം സ്പാനറുടെ സഹോദരി സ്കാർലറ്റ് സ്പാനർ ഡസ്റ്റിൻ റൈസിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണ്. ആ വിവരം ആദം സ്പാനർക്ക് അറിയാം. അതുകൊണ്ടാണ് ആദം ഡസ്റ്റിനോട് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും ഡസ്റ്റിൻ ആദത്തോട് പറഞ്ഞു, ഹേയ്, എനിക്ക് സ്കാർലറ്റിനെ അനുജത്തിയായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. നീ അനുജത്തിയായിട്ടേ കാണുള്ളൂ എന്ന് എനിക്കറിയാം, പക്ഷെ അവക്ക് അങ്ങനെയല്ല. അവക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ആരെങ്കിലും ട്രെയിനിന് മുന്നിൽ കയറി ചാടൂ. സ്കാർലറ്റ് ഡസ്റ്റിന് വിവാഹം കഴിക്കാൻ റെഡിയാണെന്ന് ആദം പറഞ്ഞപ്പോ ഡസ്റ്റിന് അറിയാതെ ചോദിച്ചു പോയ ചോദ്യമാണ്. അത് കേട്ടതും ആദം പറഞ്ഞു, ഇടാ, അറിഞ്ഞുകൊണ്ടാണ് ഒരാൾ ചാടുന്നെങ്കിലും വണ്ടിക്ക് അടവെക്കുന്നത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും എന്നാണ് ചോദ്യം. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുമ്പോ പെട്ടെന്ന് ആദം ഡസ്റ്റിനോട് പറഞ്ഞു, ഇടാ, അത് കണ്ട, ഒരു സുന്ദരിയെ കണ്ട. ആദം പറഞ്ഞ ഭാഗത്തേക്ക് ഡസ്റ്റിൻ നോക്കുമ്പോൾ അവിടെ പോർട്ടിക്കോയിൽ താഴത്തെ നിലയിൽ ഒരു റോൾസ് റോയ്സ് കാർ വന്ന് നിൽക്കുകയാണ്. ആ കാറിന്റെ പുറത്തേക്ക് ഒരു യുവതി ഇറങ്ങുന്നത് കണ്ടുകൊണ്ടാണ് ആദം സ്പാനർ ഡസ്റ്റിനോട് അങ്ങനെ പറഞ്ഞത്. ആദമും ഡസ്റ്റിനും ആ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ യുവതി അങ്ങനെ നോക്കുമ്പോൾ അവള് പുറത്തിറങ്ങി. അവളെ കണ്ടതും ഡസ്റ്റിൻ അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഏയ്, ഇവളെന്താ ഇവിടെ? അങ്ങനെ ഡസ്റ്റിൻ അറിയാതെ ചോദിക്കുന്നതും ആ വാഹനത്തിന്റെ മറുഭാഗത്തൂടി മറ്റൊരാളും പുറത്തിറങ്ങി. ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ആ ജോഡി രണ്ടാമത്തെ നിലയിലെത്തി. അവര് രണ്ടാമത്തെ നിലയിലേക്ക് കയറി വരുന്നത് കണ്ടതും ആദം ഡസ്റ്റിനോട് പറഞ്ഞു, ഇടാ, ആ സുന്ദരിയും കൂടുതൽ ചെറുപ്പക്കാരനും ഇങ്ങോട്ടാ വരുന്നത്. അത് പറഞ്ഞപ്പോൾ ഡസ്റ്റിന്റെ മുഖത്തുണ്ടായ ഭാവമാറ്റം കണ്ടതും ആദം ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ഡസ്റ്റിന് എന്തു പറ്റി? ഏയ് ആദം, അതാണ് എന്റെ എക്സ് വൈഫ്. ഡസ്റ്റിൻ റൈസിന്റെ എക്സ് വൈഫ് സാക്ഷാൽ ഡാലിയ നിക്കോൾസൺ ആണ് ആ ഹാളിലേക്ക് ഇപ്പൊ കടന്നു വരുന്നത്. ഡസ്റ്റിൻ അത് പറഞ്ഞതും ആദം ഡസ്റ്റിനോട് ചോദിച്ചു, ഇടാ, മുൻ ഭാര്യയെ മറ്റു പുരുഷനൊപ്പം കാണുന്നത് ആർക്കും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. നമുക്ക് മറ്റെങ്ങോട്ടെങ്കിലും മാറിയാലോ? എന്തിന്? അതിൻ്റെ ആവശ്യമില്ല. അവർ വേണമെങ്കിൽ മാറിപ്പോട്ടെ. ഡസ്റ്റിൻ അത് പറഞ്ഞതും ഡാലിയ നിക്കോൾസൺ ഡസ്റ്റിനെയും ആദത്തിനെയും കണ്ടു. ഡസ്റ്റിനെ കണ്ടതും ഡാലിയ അത്ഭുതത്തോടെ ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ഡസ്റ്റിൻ, നീ ഇവിടെ എന്താ? എനിക്കിവിടെ വന്നൂടെ? നിനക്ക് മാത്രം വരാവോ? ഡസ്റ്റിൻ റയസിന്റെ ആ ചോദ്യം കേട്ടതും ഡാലിയ പെട്ടെന്ന് ഡസ്റ്റിന് അടുത്തേക്ക് വന്നു. ഡസ്റ്റിൻ, നീ എപ്പോഴാ പുറത്തിറങ്ങിയത്? എന്ത്, ഞാൻ പുറത്തിറങ്ങണമെന്ന് വിചാരിച്ച? ഡസ്റ്റിൻ ഏതാണ്ട് തർക്കുത്തരം പറഞ്ഞു തുടങ്ങിയാണ്. ഡസ്റ്റിൻ, എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം? ഡസ്റ്റിൻ റയസിന്റെ മനസ്സിൽ ഒരു മുള്ളു വീണിരിക്കുകയാണ്. ഡാലിയ നിക്കോൾസിനൊപ്പം ഡസ്റ്റിൻ ഉണ്ടായിരുന്ന സമയത്താണ് ആർമിയിലെ ഉദ്യോഗസ്ഥർ വന്ന് ഡസ്റ്റിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്, ഡസ്റ്റിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഡസ്റ്റിൻ ജയിലിലായിരിക്കുമോ? ഇതാ ഡാലിയ നിക്കോൾസൺ അടിച്ചു പൊളിച്ച് ഒരു ചെറുപ്പക്കാരനുമായി പാർട്ടിക്ക് വന്നിരിക്കുകയാണ്. കണ്ടാൽ തന്നെ അറിയാം അതൊരു ഡേറ്റിംഗ് ആണ്. ഡസ്റ്റിന് ആ കാര്യം ഉറപ്പാണ്. ഡാലിയ ഒരു ഡേറ്റിംഗിലാണ്. ആ ചെറുപ്പക്കാരനുമായി റെസ്റ്റോറൻറ്റിലേക്ക് വന്നത് ഡേറ്റിംഗിന്റെ ഭാഗമായിട്ടാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, നീ ഡേറ്റിങ്ങിനല്ലേ വന്നത്? പിന്നെന്തിനാ എന്നോട് സംസാരിക്കുന്നത്? നീ ഡേറ്റിങ്ങിനല്ലേ വന്നതെന്ന് ഡസ്റ്റിൻ ചോദിച്ചതും ഡാലിയുടെ മുഖം ഒന്ന് വിളറി. ഡാലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ, ഡസ്റ്റിൻ കരുതും പോലെ അല്ല, ഇതെന്റെ ഫ്രണ്ടാണ്. ലൂയിസ് ലാങ്ഫോർഡിനെ ചൂണ്ടിക്കാണിച്ച് ഡാലിയ അങ്ങനെ പറഞ്ഞപ്പോ ഡസ്റ്റിൻ പറഞ്ഞു, ഏയ് ഡാലിയ, എന്തിനാ കള്ളം പറയുന്നത്? നീ ഇയാളുമായിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. നിങ്ങളുടെ വരവും കാര്യങ്ങൾ കാണുന്ന ആർക്കും അറിയാം നിങ്ങൾ ഡേറ്റിങ്ങിലാണെന്ന്. പിന്നെ
നിങ്ങളുടെ ഇടയിൽ ഞാനൊരു പ്രശ്നമാകുന്നില്ല, ഞാൻ ഇറങ്ങുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ പെട്ടെന്ന് അവിടുന്ന് എണീറ്റ് വാതിൽ നേരെ നീങ്ങുന്ന കണ്ടതും ആദം സ്പാനറും കൂടെ ഇറങ്ങി. ഇറങ്ങുമ്പോൾ 2 കുപ്പി ബിയർ കയ്യിലെടുക്കാൻ ആദം മറന്നതുമില്ല. ആദം ശരിക്കും പെട്ടതുപോലെയാണ്. ഈ പ്രണയരംഗങ്ങളിൽ അധികം ഇടപഴകി പരിചയമില്ലാത്ത വ്യക്തിയാണ് ആദം. അതുകൊണ്ട് തന്നെ ആദം ഒന്നും മിണ്ടാതെ ഡസ്റ്റിനൊപ്പം താഴെ എത്തുമ്പോൾ ഡസ്റ്റിൻ ആകെ അസ്വസ്ഥനാണ്. ഡാലിയ നിക്കോൾസണുമായിട്ടുള്ള ഡസ്റ്റിന്റെ ലൈഫ് അവസാനിച്ചിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല. ഡാലിയയ്ക്ക് ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഡസ്റ്റിൻ ഒപ്പിട്ട് കൊടുത്തതുമാണ്. പക്ഷേ ഡാലിയെ മനസ്സിൽ നിന്ന് ഇതുവരെയും ഡസ്റ്റിൻ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഡാലിയ ഡസ്റ്റിന്റെ മനസ്സിൽ തന്നെ നിൽക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരനുമായി ഡാലിയ ആ റെസ്റ്റോറന്റിലേക്ക് കടന്നു വന്നത്. നേരത്തെ ക്രിസ് നോളനും മാറ്റ് ലാനിയും ഡാലിയുമായി കമ്പനി അടിക്കാൻ ശ്രമിച്ചത് ഡസ്റ്റിൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഡസ്റ്റിൻ കണ്ടത് തികച്ചും വ്യത്യസ്തമായ ഒരു രംഗമാണ്. ഡാലിയ തന്നെ മുൻകൈ എടുത്ത് ആ ചെറുപ്പക്കാരനുമായി റെസ്റ്റോറന്റിലേക്ക് വന്നതുപോലെ ഒരു തോന്നലാണ് ഡസ്റ്റിന് ഉണ്ടായത്. അതുകൊണ്ടാണ് ഡസ്റ്റിന് ഒരു അസ്വസ്ഥ ഫീൽ ചെയ്തത്. ഡസ്റ്റിൻ പുറത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ചെറുതായിട്ട് എവിടെയോ മഴ പെയ്യുന്നുണ്ട്. ആ മഴയെ തട്ടി വരുന്നതുകൊണ്ടാകാം ഡസ്റ്റിന് മുഖത്തടിക്കുന്ന കാറ്റിന് നല്ല തണുപ്പുണ്ട്. ഡസ്റ്റിന് ആ തണുപ്പത്ത് വല്ലാതെ അസ്വസ്ഥയോടുകൂടി റോഡിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടതും ആദം ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ വിട്ടുകളാ, നിന്റെ കാലിബറും നിന്റെ കപ്പാസിറ്റി വെച്ച് നിനക്ക് ആരെ വേണമെങ്കിലും ഭാര്യയാക്കാൻ പറ്റും. എന്റെ അനുജത്തി സ്കാർലറ്റ് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഡ്രാഗൺ മാർഷൽ ആരും കൊതിക്കുന്ന ഒരു യുവതിയാണ് സ്കാർലറ്റ് സ്പാനർ. ഗോഡസ് ഓഫ് വാർ എന്ന് എല്ലാവരും വിളിക്കുന്ന സുന്ദരിയായ സ്കാർലറ്റ് ഏതൊരു ചെറുപ്പക്കാരനെയും ആകർഷിക്കുന്ന ഒരു ആള് തന്നെയാണ്. ആ സ്കാർലറ്റ് ഡസ്റ്റിനെ വിവാഹം കഴിക്കാൻ താല്പര്യപൂർവ്വം കാത്തിരിക്കുമ്പോൾ ഡസ്റ്റിൻ എന്തിനാ ഇനി കൈവിട്ടുപോയ ഡൈവോഴ്സ് ചെയ്ത ഡാലിയെ കുറിച്ച് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നു? അതാണ് ആദത്തിന്റെ ചോദ്യത്തിന്റെ പൊരുൾ. ആദം അങ്ങനെ ചോദിച്ചതും ഡസ്റ്റിൻ ആദത്തിനോട് പറഞ്ഞു, അത് വിട്ടേക്ക്. ഡസ്റ്റിൻ ഒരു കല്യാണം കഴിച്ചതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇതാ മറ്റൊരു കല്യാണത്തെ കുറിച്ച് ആദം പറയുന്നത്. ഡസ്റ്റിൻ ആദത്തിനോട് ആ മറുപടി പറഞ്ഞു തീരുമ്പോഴേക്കും ഡാലിയ അടുത്തെത്തി. ഡസ്റ്റിൻ എന്ന് വിളിച്ചുകൊണ്ടാ ഡാലിയ ഓടി വന്നത്. ഡാലിയ ആ ചെറുപ്പക്കാരനെ ഒഴിവാക്കി താഴേക്ക് ഇറങ്ങി വരുമെന്ന് ഡസ്റ്റിൻ കണക്ക് കൂട്ടിയതേയില്ല. പെട്ടെന്ന് ഡാലിയ അടുത്തേക്ക് വന്നതും ഡസ്റ്റിൻ ഡാലിയോട് ചോദിച്ചു, നീ എന്തിനാ അവനെ കളഞ്ഞിട്ടേക്ക് വന്നേ? അത് എനിക്ക് താഴോട്ട് വന്നൂടെ? അതാ ഞാൻ ചോദിച്ചത്, നീ എന്തിനാ താഴോട്ട് വന്നേന്ന്? ഞാനേ നല്ല കാറ്റുള്ളതുകൊണ്ട് വന്നതാണ്. ഡാലിയൻ നിക്കോൾസൺ അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിന് അടുത്തങ്ങനെ നിന്നപ്പോ ആദം സ്പാനർ ചെറുതായിട്ട് ഒന്ന് മൂളിപ്പാട്ട് പാടി. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ എന്നൊക്കെ പറയൂലേ, അതുപോലൊരു പാട്ട് മൂളലായിട്ട് പുറത്തു വന്നതും ഒരേ സമയത്ത് ഡസ്റ്റിനും ഡാലിയും ഉറക്കെ ആദത്തിനോട് പറഞ്ഞു, ഷട്ട് അപ്പ്. രണ്ടുപേരും ഉറക്കെ ആദത്തിനോട് അങ്ങനെ പറഞ്ഞതും രണ്ടുപേരും ഒരുമിച്ചാണ് പറഞ്ഞതെന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. പെട്ടെന്ന് തന്നെ അവിടുത്തെ മഞ്ഞുരുകയാണ്. ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ? ഇല്ല, ഞാൻ കഴിച്ചില്ല. കഴിക്കാൻ വന്നപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഡാലിയ നമുക്ക് മറ്റെങ്ങോട്ടെങ്കിലും പോയി ഭക്ഷണം കഴിച്ചാലോ? അത് കേട്ടുകൊണ്ട് അതും പറഞ്ഞു, അതെ എനിക്ക് നന്നായി വിശക്കുന്നു, നമുക്ക് മറ്റെങ്ങോട്ടെങ്കിലും പോവാം. അവര് 3 പേരും മറ്റേതെങ്കിലും റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് നടക്കുകയാണ്. അവർ 3 പേരും കൂടി റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തിറങ്ങി റോഡിന്റെ സൈഡിലെത്തിയതും ഡസ്റ്റിൻ ഒരു ടാക്സിക്ക് കൈ കാണിക്കാനായി റോഡിലോട്ട് ഇറങ്ങി. ഡസ്റ്റിന്റെ കണ്ണുകൾ വലതുഭാഗത്തേക്കാണ്. അവിടെ നിന്നാണ് വാഹനം വരേണ്ടത്. അവർക്ക് പോകേണ്ടത് ഇടതുവശത്തേക്കാണ്. ഡസ്റ്റിൻ വലതുഭാഗത്ത് വരുന്ന കാറിനെ അങ്ങനെ നോക്കുന്ന ആ നിമിഷത്തിൽ ഡാലിയുടെ കൺകോണിൽ ഡാലിയ ഒരു കാഴ്ച കണ്ടു. അവർ നിൽക്കുന്നതെന്ന് ഏതാനും അടികൾക്കപ്പുറത്തുനിന്ന് ഒരു ട്രക്ക് സ്റ്റാർട്ടായി അവർക്ക് നേരെ ഓടിച്ചു വരുന്നു. യഥാർത്ഥത്തിൽ ആ റെസ്റ്റോറന്റിന്റെ ഗേറ്റിന് ഇടതുഭാഗത്തായിട്ട് ആ ട്രക്ക് പാർക്ക് ചെയ്ത് കിടക്കുകയായിരുന്നു. ഡസ്റ്റിനും ആദം സ്പാനറും ഡാലിയ നിക്കോൾസണും വലതുഭാഗത്തെത്തി വണ്ടിക്ക് വേണ്ടി കൈ കാണിക്കുന്ന സമയത്താണ് ആ ട്രക്ക് സ്റ്റാർട്ട് ആവുന്നത്. ഡസ്റ്റിനെ പോലെ ഡാലിയും വലതുഭാഗത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് അവളുടെ കൺകോണിൽ ട്രക്ക് അനങ്ങുന്നത് കണ്ടത്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ട്രക്ക് തൊട്ടടുത്തെത്തി. ട്രക്ക് തൊട്ടടുത്തെത്തിയെന്ന് കണ്ടതും പെട്ടെന്ന് ഡാലിയ ഡസ്റ്റിനെ പിടിച്ചൊരു ഒറ്റ തള്ള്. റോഡിലെ ഫുട്പാത്തിലേക്കാണ് ഡസ്റ്റിനെ അവൾ തള്ളിയത്. ഡസ്റ്റിനെ ഡാലിയ ഫുട്പാത്തിലേക്ക് തള്ളിയ ആ നിമിഷത്തിൽ ഡാലിയ ആ ട്രക്കിന്റെ മുന്നിലായി. ട്രക്കും ഡാലിയും തമ്മിൽ ഏതാനും അടികൾ മാത്രമാണ് വ്യത്യാസം. താൻ അവസാനിക്കാൻ പോവുകയാണെന്ന് ഡാലിക്ക് മനസ്സിലായി. പക്ഷേ നല്ലൊരു കാര്യം ചെയ്തതിനു ശേഷമാണ് തന്റെ ജീവൻ കളയുന്നത്. അങ്ങനെ ഒരു തോന്നലുണ്ടായതും ഡാലിയ കണ്ണടച്ചു. തന്റെ പുറത്തേക്ക് ഇടിച്ചു കയറുന്ന ട്രക്കിൽ നിന്ന് ഒഴിയാൻ തനിക്ക് പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഡാലിയ കണ്ണുകൾ അടച്ചത്. അല്പസമയം കഴിഞ്ഞ് അവൾ കണ്ണു തുറക്കുമ്പോൾ അവൾ കാണുന്നത്
ആ റെസ്റ്റോറന്റിന്റെ വലതുഭാഗത്ത്, റോഡിന്റെ വലതുഭാഗത്തായി ആ ട്രക്ക് അങ്ങനെ മറിഞ്ഞു കിടക്കുന്നതാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഡാലിക്ക് ഒരു പിടിയുമില്ല. ഡാലിയെ പിടിച്ച് ഫുട്പാത്തിലേക്ക് കയറ്റിയ ഡസ്റ്റിൻ ഡാലിയോട് പറയുകയാണ്, ഏയ് ഡാലിയ, നീ എന്തായി കാണിച്ചത്? സ്വന്തം ജീവനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഡസ്റ്റിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കളയാൻ ഡാലി ശ്രമിച്ചതാണെന്ന് ഡസ്റ്റിന് മനസ്സിലായത് കൊണ്ടാണ് ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞത്. ഡസ്റ്റിൻ, അപ്പോ എനിക്ക് വേറെ ഒന്നും ഓർമ്മ വന്നില്ല. ഡസ്റ്റിനെ രക്ഷിക്കുക എന്നുള്ള ഒറ്റ കാര്യമല്ലാതെ വേറെ ഒരു ചിന്തയും ഡാലിക്ക് വരാത്തതുകൊണ്ടാണ് ഡാലിയ അങ്ങനെ ചെയ്തത്. ഈ സമയത്താണ് ആദസ്പാന്റെ ശബ്ദം കേൾക്കുന്നത്. ഡസ്റ്റിൻ, ഈ പെണ്ണുങ്ങളെയൊക്കെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ കൂട്ടുകാരനെ കൂടി ഒന്ന് നോക്കണേ. ഡാലിയ ഡസ്റ്റിനെ പിടിച്ച് ഫുട്പാത്തിലേക്ക് തള്ളിയ ആ നിമിഷത്തിൽ തന്നെ ഡസ്റ്റിൻ ആ ട്രക്ക് കണ്ടിരുന്നു. ഡാലിയ കണ്ണടച്ച ആ നിമിഷത്തിൽ ഡാലിയുടെ മുന്നിലേക്ക് ചാടിയ ഡസ്റ്റിൻ അതിശക്തമായി ആ ട്രക്കിനെ തള്ളുകയായിരുന്നു. ശരിക്കും അമാനുഷിക പവറുള്ള ഡസ്റ്റിന്റെ പെട്ടെന്നുള്ള ആ ഇടപെടൽ ആ ട്രക്കിന്റെ ബാലൻസ് തെറ്റിയതാണ്. പെട്ടെന്ന് ട്രക്കിന്റെ മുന്നിൽ അതിശക്തമായ ഒരു പ്രഷർ അനുഭവപ്പെട്ടപ്പോ ട്രക്ക് ബാലൻസ് തെറ്റി വലത്തേക്ക് വീണതാണ്. ആ സമയത്ത് വലതു ഭാഗത്തുണ്ടായിരുന്ന ആദം സ്പാനർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അത് മനസ്സിലാക്കിയ ഡസ്റ്റിൻ ആദത്തിനോട് പറഞ്ഞു, എന്തായാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ, ഇനി എന്തായാലും ഇവിടെ നിൽക്കേണ്ട, നിന്നെ ഞാൻ വീടാക്കാം. പെട്ടെന്ന് തന്നെ ഒരു ടാക്സി പിടിച്ച് ആദം സ്പാനറും ഡസ്റ്റിൻ റയാസും കൂടി ഡാലി നിക്കോൾസിനെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി. വീടിന്റെ നടയിൽ ടാക്സി നിൽക്കുമ്പോൾ കാറിൽ നിന്ന് ഡാലിയ പുറത്തിറങ്ങി. കാറിൽ നിന്ന് പുറത്തിറങ്ങിയതും ഡാലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ വാ, ഒരു ചായ കുടിച്ചിട്ട് പോ. ഈ രാത്രി ഇനി അത് വേണ്ട. അത് പറഞ്ഞതും ഡാലിയ തറയിലൊന്ന് ചവിട്ടിയിട്ട് തിരിച്ചും കയറി. ഡസ്റ്റിനെ ആ രാത്രിയിൽ അവൾ യഥാർത്ഥത്തിൽ അവളുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തതാണ്. ആ ഇൻവിറ്റേഷനാണ് ഡസ്റ്റിൻ നിഷ്കരണം തട്ടിക്കളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേഷ്യത്തിലാണ് ഡാലിയ നിക്കോൾസൺ അവളുടെ വീട്ടിലേക്ക് കയറിയത്. ഡാലിയ നിക്കോൾസന്റെ വീടിന്റെ വാതിൽ അടയുന്നത് വരെ അവളെ തന്നെ നോക്കി നിന്ന ഡസ്റ്റിൻ വാതിലടഞ്ഞതും ആദത്തിനോടായി പറഞ്ഞു, ആദം, ഒന്ന് തിരക്കേ, എന്താ സംഭവിച്ചതെന്ന്. കൃത്യം 3 മിനിറ്റ് കഴിഞ്ഞപ്പോ ആദം സ്പാനർ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഇത് എഡ്വിൻ ഹമറിന്റെ ഒരു ബൗണ്ടിയാണ്. നിന്നെ കൊല്ലാനായി എഡ്വിൻ വൻ തുകയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. എഡ്വിൻ ഹമർ ഡസ്റ്റിനെ കൊല്ലാനായി വാടക കൊലയാളികളെ രംഗത്തിറക്കിയിരിക്കുന്നു എന്നുള്ള ഇൻഫർമേഷനാണ് ആദം സ്പാനർ കളക്ട് ചെയ്തത്. ഗോഡ് ഓഫ് വാർ കൂടിയായ ജനറൽ ആദം സ്പാനറിന് വിവരം കളക്ട് ചെയ്യാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല എന്നതാണ് സത്യം. വിവരം കേട്ടതും ഡസ്റ്റിൻ ആദത്തോട് പറഞ്ഞു, അയാൾക്ക് ഞാൻ എന്തോ ചാൻസ് കൊടുത്തതാണ്. ഡസ്റ്റിൻ, ഇത്തരക്കാർക്ക് ചാൻസ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ ഇടപെടണോ? അവന്റെ കുടുംബത്തെ നമുക്ക് ഇല്ലാതാക്കാം. ആദത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, ആദത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിൾ ആയിട്ട് എഡ്വിൻ ഹമറെയും കുടുംബത്തെയും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കും. ആ കാര്യം ഡസ്റ്റിനും അറിയാം. ഡസ്റ്റിന് മുന്നിൽ ആദം അങ്ങനെ ഒരു ഓഫർ വെച്ചതും ഡസ്റ്റിൻ ആദത്തോട് പറഞ്ഞു, അത് വേണ്ട, ഇത് ഞാൻ തന്നെ ഇടപെടേണ്ട കാര്യമാണ്. ഡസൻ റയസിന്റെ പ്രത്യേകത അതാണ്, ഒന്നും നാളത്തേക്ക് മാറ്റിവെക്കില്ല. ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എഡ്വിൻ ഹമറിന്റെ വസതിയിൽ ഒരു മുറിയിൽ കട്ടിലിൽ കിടക്കുന്ന ജോഷുവ ഹമർ അയാളുടെ സഹോദരി ടിന ഹമറോട് സംസാരിക്കുകയാണ്. ടിന, ജെയ്ഡിനെ കിട്ടുന്നില്ലല്ലോ. ജെയ്ഡ് ഗ്രാൻറ്റിനെ കുറെ നേരമായിട്ട് ജോഷുവ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വിളിക്കുമ്പോഴൊക്കെ ലഭിക്കുന്നത് ഒരേ ഒരു മറുപടിയാണ്, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ജെയ്ഡ് എന്തിനാ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നത്? ആ ഒരു ചോദ്യം ജോഷുവയുടെ മനസ്സിലുണ്ട്. വേറെ ചില ചോദ്യങ്ങൾ ജോഷുവയുടെ മനസ്സിലുണ്ട്. ജോഷുവയുടെ 2 കൈകളും അരിഞ്ഞത് അവൾ കണ്ടതാണ്. ജോഷുവയുടെ കോറ് ഡസൻ ചവിട്ടി തകർത്തതും അവൾ കണ്ടതാണ്. ഇനി ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആകാൻ ജോഷുവയ്ക്ക് പറ്റില്ല എന്ന് കരുതിയിട്ട് മനഃപൂർവ്വം അവൾ ജോഷുവ വിട്ട് പോയതാണോ? ആ ഒരു ചോദ്യവും ജോഷുവയുടെ മനസ്സിലുണ്ട്. ജോഷുവ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായ ടീന ജോഷുവോട് പറഞ്ഞു, ജോഷ്, അങ്ങനെയൊന്നും അല്ല. ജെയ്ഡ് നല്ല കുട്ടിയാണ്. ജെയ്ഡല്ലേ എന്നെ വിളിച്ചു പറഞ്ഞത് ഡസ്റ്റിനെ ആർമി കൊണ്ടുപോയ കാര്യം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവൾ മിക്കവാറും ആ ഭാഗത്ത് എവിടെയെങ്കിലും കാണും. ഡസ്റ്റിൻ റയസിനെ രാവിലെ ഹോസ്പിറ്റലിൽ നടയുന്ന ആർമിയെ കൊണ്ട് പിടിപ്പിച്ചത് ജെയ്ഡ് ആണെന്നുള്ള കാര്യം ജോഷുവയ്ക്കും അതുപോലെ ടിനയ്ക്കും അറിയാം. ടിന ആശ്വസിപ്പിച്ചുകൊണ്ട് ജോഷുവോട് അങ്ങനെ പറഞ്ഞതും ജോഷുവ ടിനയോട് പറഞ്ഞു, ശരിയാ, ജെയ്ഡ് ചിലപ്പോൾ അത് നോക്കിയായിരിക്കും. അച്ഛൻ പോയിട്ട് എന്തായെന്ന് അറിഞ്ഞോ? ജോഷുവ, അച്ഛൻ മിൽസ്ബർഗിൽ തന്നെ ഉണ്ട്. മിൽസ്ബർഗിൽ അച്ഛൻ വാറ്റ്കിൻസിനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഡോക്ടർ വാറ്റ്കിൻസ് അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്, മിറാക്കിൾ ഡോക്ടറാണ്. അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക മരുന്നുണ്ട്.
ആ മരുന്ന് കിട്ടിയാൽ ജോഷുവയ്ക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റും. ജോഷുവയുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഇഞ്ചുറി എല്ലാം ഭേദമാക്കാൻ ആ മരുന്നിന് പറ്റും. ഡസൻ റൈസിന്റെ ജെമിഫെന്നിനുള്ള പ്രത്യേകതയും അതാണ്. ഇന്റേണൽ ഇഞ്ചുറി ഭേദമാക്കാൻ ആ ജെമിഫെന്നിന് പറ്റും. ജെമിഫെൻ പോലുള്ള മറ്റൊരു മരുന്ന് അത് ഡോക്ടർ വാറ്റ്കിൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മരുന്ന് തേടിയാണ് മിൽസ്ബർഗിൽ എഡ്വിൻ പോയിരിക്കുന്നത്. ടിന പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും ജോഷുവ ടിനയോട് പറഞ്ഞു, ആ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് ശക്തി വീണ്ടെടുക്കണം, വീണ്ടും ഞാൻ മാർഷൽ ആർട്ടിസ്റ്റ് ആവും, വീണ്ടും ഞാൻ ശക്തി നേടും, എന്നിട്ട് വേണം എനിക്ക് ആ ഡസ്റ്റിനെ ചവിട്ടി അരയ്ക്കാൻ, എന്നിട്ട് വേണം എനിക്ക് ഡസ്റ്റിനെ ചവിട്ടി അരയ്ക്കാനെന്ന് ജോഷുവ പറഞ്ഞ ആ നിമിഷത്തിൽ ആ മുറിയിലെ ലൈറ്റ് അണഞ്ഞു. ആ മുറിയിലെ മാത്രമല്ല, ആ ബിൽഡിങ്ങിലെ ലൈറ്റുകൾ പൂർണ്ണമായി അണയുകയായിരുന്നു. പെട്ടെന്ന് ലൈറ്റുകൾ അണഞ്ഞതും അസ്വസ്ഥനായ ജോഷുവ ടിനയോട് അറിയാതെ ചോദിച്ചു പോവാണ്, ടിന എന്തു പറ്റി? ഏയ് ജോഷ്, ഭയപ്പെടേണ്ട, ഇത് ട്രിപ്പായതാണ്. ഏതോ ലൈൻ ഷോർട്ടായി ടോട്ടൽ ലൈനും ട്രിപ്പായിരിക്കുന്നതാണ്. അങ്ങനെ ഒരു അഭിപ്രായമാണ് ടിന പറഞ്ഞത്. ടിന വാതിലിന്റെ പുറത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു, ഏയ് അവിടെ ആരുമില്ലേ? ലൈറ്റ് ഒന്ന് നോക്കിയേ, ആ മെയിൻ സ്വിച്ച് ട്രിപ്പായി കാണും. ടിന പുറത്തുള്ള ജോലിക്കാർക്കാണ് ആ നിർദ്ദേശം കൊടുത്തത്. അവൾ ഉറക്കെ അങ്ങനെ പറഞ്ഞിട്ടും പുറത്തുനിന്ന് ഒരു ശബ്ദവും കേട്ടില്ല. ടിന വീണ്ടും ആ നിർദ്ദേശം ആവർത്തിച്ചു. ഒരു മറുപടിയില്ല. അത് കേട്ടതും ടിന ഉറക്കെ ഒന്നുകൂടെ വിളിച്ചു, ഏയ് അവിടെ ആരുമില്ലേ? നിങ്ങളൊക്കെ എങ്ങോട്ട് പോയ? ടിന അങ്ങനെ ഉറക്കെ വിളിച്ചു ചോദിച്ചതും കട്ടിലിൽ കിടക്കുകയെന്ന ജോഷുവ ആ മുറിയിൽ മറ്റൊരാളുടെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. അവരെ രണ്ടുപേരെയും കൂടാതെ മറ്റാരോ കൂടി ആ മുറിയിലുണ്ട്. അങ്ങനെ ഒരു തോന്നൽ ജോഷയ്ക്ക് ഉണ്ടായതും ജോഷുവ ഉറക്കെ ആ നിഴൽ രൂപത്തോട് ചോദിച്ചു, ആരാ നീ? ജോഷുവയുടെ ചോദ്യം കേട്ടതും ആ നിഴൽ രൂപം കയ്യിൽ നിന്ന് മൊബൈൽ ഓണാക്കി അയാളുടെ മുഖത്ത് നേരെ പിടിച്ചു. കട്ടിലിൽ കിടക്കുന്ന ജോഷുവയ്ക്കും ആ സമയത്ത് വാതിലിന്റെ അവിടെ നിന്ന് കട്ടിലിന്റെ അടുത്തേക്ക് വന്ന ടിനയ്ക്കും ആ മുഖം വ്യക്തമായി കാണാം. അത് ഡസൻ റൈസാണ്. ഡസൻ റൈസിനെ ആ രാത്രിയിൽ ആ മുറിയിൽ അങ്ങനെ കണ്ടപ്പോ രണ്ടുപേരും ഞെട്ടി. ടിന അറിയാതെ ചോദിച്ചു പോവുകയാണ്, ഏയ് ഡസൻ, നീ എങ്ങനെ പുറത്തിറങ്ങി? മിലിറ്ററി പിടിച്ചുകൊണ്ട് പോയ ഡസൻ എങ്ങനെ പുറത്തിറങ്ങി എന്നാണ് ടിനയുടെ ചോദ്യം. ടിനയുടെ ചോദ്യം കേട്ടതും ഡസൻ ടിനയോട് ചോദിച്ചു, നിന്റെ അവസാന ആഗ്രഹം എന്താണ്? ഡസൻ റൈസിന്റെ ആ ചോദ്യം ആ രാത്രിയിൽ ഒരു വല്ലാത്ത ചോദ്യമാണ്. ഡസൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ടിനയ്ക്ക് മനസ്സിലായില്ല. ടിന ദേഷ്യത്തോടെ ഡസനോട് പറഞ്ഞു, ഡസൻ, നീ ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ മാത്രമല്ല ഗ്രാൻഡ് കുടുംബവും ബൗൾഡർ ഹോണും നിനക്കെതിരാവും. ഞങ്ങൾ മൂന്നും കൂടി. ടിന അത്രയേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ മൂന്നും കൂടി എന്ന് ടിന പറഞ്ഞതും ഡസന്റെ കയ്യിൽ നിന്ന് ഒരു സിൽവർ നീഡിൽ ശരവേഗതയിൽ മുന്നോട്ട് പറക്കുകയും ആ നീഡിൽ ടിനയുടെ നെറ്റിയിൽ തന്നെ തറച്ചു കയറുകയും ചെയ്തു. വളരെ ഷാർപ്പായിട്ട് അതിവേഗതയിൽ ആ നീഡിൽ ടിനയുടെ നെറ്റിയിലേക്ക് തുളച്ചു കയറിയതും ടിന താഴേക്ക് വീണു. ടിന സ്പോട്ടിൽ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് കിടക്കയിൽ നിന്ന് ഒരു പരുവത്തിൽ എണീറ്റ ജോഷയ്ക്ക് മനസ്സിലായി. അയാളുടെ രണ്ട് കൈയും രാവിലെ ഡോക്ടർ റുവാൻ ക്രോസ് തുന്നി ചേർത്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അയാളുടെ കൈ ബാൻഡേജ്ഡാണ്. വയറിന് ചുറ്റുമായി ഒരു ബെൽറ്റ് പോലെ കെട്ടിയിട്ടുമുണ്ട്, അവിടെയും ബാൻഡേജ് ഉണ്ട്. അതല്ലാതെ അയാളുടെ ശരീരത്ത് അധികം പരിക്കൊന്നുമില്ല. കാലുകൾ ഒരു പരുവത്തിൽ തറയിലേക്ക് കുത്തി ജോഷുവ അമ്പരപ്പോടെ താഴെ വീണ് കിടക്കുന്ന ടിനയെ നോക്കി. ടിനയെ ജോഷുവ അങ്ങനെ നോക്കുന്ന കണ്ടതും ജോഷുവോടായി ഡസൻ ചോദിച്ചു, ഏയ്, നിന്റെ അവസാന ആഗ്രഹം എന്താണ്? താഴെ വീണ് കിടക്കുന്ന ടിനയും അതിനോടനുബന്ധിച്ചുള്ള ഡസന്റെ ചോദ്യവും ശരിക്കും ഒരു വിറയൽ ജോഷിൽ ഉണ്ടാക്കി. ജോഷ ഡസനോട് പറഞ്ഞു, ഡസൻ പ്ലീസ് പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. അങ്ങനെ അല്ലല്ലോ നീ നേരത്തെ പറഞ്ഞത്. നീ വീണ്ടും ശക്തനാകുമെന്നും എന്നെ ഏതാണ്ട് ചവിട്ടി അരയ്ക്കുമെന്നൊക്കെ അല്ലേ? ഡസൻ, സോറി, അറിയാതെ പറഞ്ഞു പോയതാണ്. ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. സോറി, ഇനി ഞാൻ ഒന്നും ചെയ്യത്തില്ല. ക്ഷമിക്കണം, ക്ഷമിക്കണം. ഏയ് ജോഷുവ, നിനക്ക് ഞാൻ ആവശ്യത്തിന് അവസരങ്ങൾ നൽകിയതാണ്. പക്ഷെ നീ അതൊന്നും മൈൻഡ് ചെയ്തില്ല. നിനക്ക് വല്ലാത്തൊരു അഹങ്കാരമായി പോയി. എവിടെ നിന്റെ അച്ഛൻ? ഡസൻ, അച്ഛൻ മിൽസ്ബർഗിൽ പോയിരിക്കുകയാണ്. അച്ഛൻ എനിക്ക് മരുന്ന് വാങ്ങാൻ മിൽസ്ബർഗിൽ പോയതാണ്. അവിടെ ഡോക്ടർ വാറ്റ്കിൻസിന്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങാനാ പോയത്. ഡസൻ ചോദിക്കാതെ തന്നെ ബാക്കി കാര്യങ്ങൾ കൂടി ജോഷു പറയുകയാണ്. എഡ്വിൻ ഹമർ ആ ബിൽഡിങ്ങിൽ ഇല്ലാന്ന് കേട്ടപ്പോ ഡസന് ശരിക്കും ഒരു വിഷമമാണ് വന്നത്. എഡ്വിനെ കൂടി തീർക്കാനാണ് യഥാർത്ഥത്തിൽ ഡസൻ ആ രാത്രി അവിടേക്ക് വന്നത്. എഡ്വിൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഡസൻ
ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. വേണമെങ്കിൽ അവന്റെ അച്ഛൻ എഡ്വിനെ ചതിക്കാൻ വരെ അവൻ റെഡിയാണെന്നുള്ള ശൈലിയിൽ അവൻ സംസാരിച്ചതും ഡസൻ ജോഷുവോട് പറഞ്ഞു, ഇടാ നീ ഒരിക്കലും നന്നാവില്ല. അങ്ങനെ പറഞ്ഞ ഡസൻ നമ്മളെ ക്യാരം ബോർഡിൽ ക്യാരംസ് അടിക്കുന്ന പോലെ ഒന്ന് വിരല് മുന്നോട്ടാക്കിയതും ഡസന്റെ കൈക്കകത്തുണ്ടായിരുന്ന ഒരു നീഡിൽ ശരവേഗതയിൽ ജോഷുയുടെ നെറ്റിലേക്ക് അങ്ങ് തറച്ചു കയറി. എന്താണ് സംഭവിച്ചതെന്ന് ജോഷുക്ക് ഒരു പിടിയില്ല. ശരിക്കും കണ്ണു തുറന്ന് തന്നെ ജോഷുവ താഴേക്ക് വീണു. ആ നീഡിൽ കൃത്യം അയാളുടെ നെറ്റിയിലേക്ക് തറച്ചു കയറിയിരിക്കുകയാണ്. ഡസന്റെ വലതു ഭാഗത്ത് ജോഷുവയും ഇടതു ഭാഗത്ത് ടീനയും കിടക്കുകയാണ്. അവർ രണ്ടുപേരെയും ഒന്ന് നോക്കിയിട്ട് ഡസൻ പുറത്തേക്ക് ഇറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തു. ഏകദേശം ഒരു 6:30 മണിയായപ്പോ മിൽസ്ബർഗിലെ ഹമ്മറിന്റെ വസതിയിൽ എഡ്വിൻ ഹമ്മറിന്റെ മുറിയിൽ ഒരു പരിചാരകൻ വന്ന് തട്ടി. അതിരാവിലെ എന്തിനാ തന്നെ വിളിക്കുന്നത്? അങ്ങനെ ഒരു ചിന്തയോടു കൂടിയാണ് എഡ്വിൻ ഹമ്മർ വാതിൽ തുറന്നത്. പരിചാരകൻ എഡ്വിനോട് പറഞ്ഞു, സാർ മരുന്ന് കിട്ടി. ഒരു ഗ്ലാസ്സിലുള്ള പെട്ടിയുമായിട്ടാണ് അയാൾ എഡ്വിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഗ്ലാസ്സുള്ള പെട്ടിക്കകത്ത് നല്ല തിളക്കമുള്ള പാലിന്റെ അതേ നിറമുള്ള ചില ഗുളികകൾ കിടക്കുന്നത് കൃത്യമായിട്ട് കാണാം. ആ ഗുളികകൾ എന്ന് അനങ്ങുന്നുണ്ട്. ഒരു ലൈഫുള്ള ഗുളിക എന്ന് പറയാം. ആ ഗുളികയാണ് ജോഷുവയുടെ കോറ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. മനുഷ്യന്റെ ശരീരത്തിനകത്തുണ്ടാകുന്ന ഏത് മുറിവും കരിച്ചു കളയാനും ശക്തി വീണ്ടെടുക്കാനും സഹായിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മരുന്നാണ്. നല്ല പാൽക്കട്ടി പോലിരിക്കുന്ന ആ മരുന്ന് കയ്യിലേക്ക് വാങ്ങിച്ച എഡ്വിന് വല്ലാത്ത സന്തോഷമുണ്ടായി. മരുന്ന് കിട്ടി, ഇത് മതി ജോഷുവെ തിരിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ അയാൾ സ്വയം പറഞ്ഞതും മറ്റൊരു പരിചാരകൻ അകത്തേക്ക് വന്നു. സാർ സാർ അങ്ങനെ വിളിച്ചുകൊണ്ട് അയാൾ ഓടി വരുന്നത്. എന്താണ് സാർ? ആകെ പ്രശ്നമാണ്. എന്തു പ്രശ്നം? സാർ സാർ ഹമ്മർ വില കത്തി. ഹമ്മർ വില കത്തിയെന്നു? അതെ സാർ, വില മുഴുവൻ കത്തി തീർന്നു. വില്ല മുഴുവൻ കത്തി തീർന്നു സാർ. വില്ലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾ കൊല്ലപ്പെട്ടു. മിസ്റ്റർ ഹമ്മറും മിസ് ഹമ്മറും ഒക്കെ കൊല്ലപ്പെട്ടു. മിസ് ഹമ്മർ എന്ന് പറഞ്ഞത് ടിന ഹമ്മർ, മിസ്റ്റർ ഹമ്മർ എന്ന് പറഞ്ഞത് സാക്ഷൽ ജോഷുവ ഹമ്മർ. ആ പരിചാരകന്റെ ആ വാക്കുകൾ എഡ്വിൻ കേട്ടതും അയാൾ പോലും അറിയാതെ അയാളുടെ കയ്യിലിരുന്ന ആ ഗ്ലാസ് പെട്ടി താഴേക്ക് വീണു. എത്രയെങ്കിലും $1 മില്യൺ വില കൊടുത്ത് അയാൾ വാങ്ങിച്ച മരുന്ന് ആ പെട്ടി തറയിൽ വീണതും പെട്ടി തകർന്ന് താഴേക്ക് പതിച്ചു. ശരിക്കും തിളങ്ങുന്ന ആ മരുന്നുകൾ താഴെ വീണപ്പോൾ തന്നെ പൊട്ടുകയാണ്. എഡ്വിൻ ഹമ്മർ അതൊന്നും നോക്കുന്നില്ല. അയാൾ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അയാളുടെ പ്രിയപ്പെട്ട മകൻ ജോഷുവ ഹമ്മറും മകൾ ടിന ഹമ്മറും കൊല്ലപ്പെട്ടിരിക്കുന്നു. അയാളുടെ കുന്നിൻ മുകളിലെ ആ വസതി പൂർണ്ണമായും കത്തി തീർന്നിരിക്കുന്നു. ആ ചെയ്തികളുടെയൊക്കെ പിന്നിൽ ആരായിരിക്കുമെന്ന് എഡ്വിന് പൂർണ്ണമായിട്ട് അറിയാം. എഡ്വിൻ പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വാഹനത്തിൽ നേരെ ബൗഡർ ഹോണിലെത്തി. ബൗഡർ ഹോണിലെ ലീഡേഴ്സിന്റെ അടുത്തെത്തിയ എഡ്വിൻ അയാളുടെ മകൻ ജോഷ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞതും ബൗഡർ ഹോണിലെ ആളുകളൊക്കെ അക്ഷാത്തിൽ ഞെട്ടുകയാണ്. ബൗഡർ ഹോണുകാരുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു സാക്ഷൽ ജോഷുവ ഹമ്മർ. അയാൾ ഇതാ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആരാ ഇതിന്റെ പിന്നിൽ? ആരാ ജോഷയെ കൊന്നത്? സാർ, ആ ഹാർമൺ കുടുംബത്തിലെ നടാഷിയും അവിടെ ഒരു സഹായി ഡസ്റ്റിൻ കൂടിയാണ് ഇതൊക്കെ ചെയ്തത്. ഒരു ഭാഗത്ത് കഥ ഇങ്ങനെ നടക്കുമ്പോൾ സ്വിൻഡനിൽ ജെസ്സിക്ക വിവരം അറിഞ്ഞു. ജെസ്സിക്ക ആ വിവരം കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഹമ്മാസ് കുടുംബം ഹാർമൺ കുടുംബവുമായി ഉടക്കലാണെന്ന് അവർക്കറിയാം. ഹാർമൺ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുറ്റം സ്വാഭാവികമായി ഹമ്മർ കുടുംബത്തിൽ വരും. ഹമ്മർ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഹാർമൺ കുടുംബത്തിൽ വരും. അത് സ്വാഭാവികമാണ്. ഇതാ ഹമ്മർ കുടുംബം പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു. ജോഷുവ ഹമ്മറും ടിന ഹമ്മറും കൊല്ലപ്പെട്ടു. അവർക്ക് പുറമെ ആ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ആ എൻറ്റയർ ബിൽഡിങ്ങും അർദ്ധരാത്രിയിൽ തീ പിടിച്ച് നശിച്ചിരിക്കുകയാണ്. അക്രമികൾ ആരോ ചെയ്തതാണ് അതെന്ന് 100% ഉറപ്പാണ്. എഡ്വിനെ കാണാനുമില്ല. ഈ സംഭവങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ട് ഹാർമൺ കുടുംബത്തിൽ വരും. ആ ധാരണയാണ് ജെസ്സിക്കുള്ളത്. ജെസ്സിക്ക അങ്ങനെ തന്നെ റൂത്തിനോട് അത് പറയുമ്പോൾ നടാഷ അങ്ങോട്ട് വന്നു. നടാഷയെ കണ്ടതും ജെസ്സിക്ക നടാഷയോട് പറഞ്ഞു, നടാഷ, ഹമ്മസ് വില കത്തി ജോഷയും ടിനയെ ആരോ കൊന്നു. ഓ, അത്രേ ഉള്ളൂ? അത് ഞാൻ ഇന്നലെ അറിഞ്ഞായിരുന്നു. നീ ഇന്നലെ അറിഞ്ഞെന്നോ? അത് രാത്രി ഡസ്റ്റിൻ വിളിച്ചു പറഞ്ഞായിരുന്നു. നടാഷ, നീ പറയുന്നത് ഡസ്റ്റിൻ അവരെ കൊന്നെന്നാണോ? ജെസ്സിക്ക അങ്ങനെ ചോദിച്ചപ്പോ നടാഷ മറുപടി പറയാതെ ഒന്ന് പുഞ്ചിരിച്ചു. നടാഷ പുഞ്ചിരിക്കുന്ന കണ്ടതും ജെസ്സിക്ക നടാഷയോട് പറഞ്ഞു, നടാഷ, ഇത് വെറും കളിയല്ല, ഇത് തീക്കളിയാണ്. ഹമ്മർ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നത് ബൗഡർ ഹോണാണ്. ജോഷയുടെ ഗുരു സാക്ഷാൽ ക്ലെമൻ ലിങ്കണാണ്. ക്ലെമൻ ലിങ്കനെ തൊടാൻ
ഒരു മനുഷ്യനും പറ്റില്ല. അത്ര ശക്തനാണ് അയാൾ. അയാളെയാണ് ഡസൻ എതിരാക്കിയിരിക്കുന്നത്. ഡസന്റെ ഈ ചെയ്തികൾ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. നമുക്ക് ഈ ചെയ്തികളുമായി ബന്ധമില്ല എന്ന് അവരെ അറിയിക്കുകയേ മാർഗമുള്ളൂ. അത് കേട്ടതിന് നടാഷ പറഞ്ഞു, അമ്മ എന്താ ഈ പറയുന്നത്? ഡസൻ ആർക്ക് വേണ്ടിയാ ഹമേഴ്സ് ബംഗ്ലാവിൽ വന്നത്? എനിക്ക് വേണ്ടി, എന്നെ രക്ഷിക്കാൻ വേണ്ടി. എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇടപെട്ട ഡസൻ ഇപ്പോ കുറ്റവാളിയായോ? അമ്മ എന്താ ഈ പറയുന്നത്? ഏയ് നടാഷ, നീ കാര്യങ്ങളെ കുറച്ചുകൂടി വ്യക്തമായി തുറന്നു കാണാൻ ശ്രമിക്കേ. ഒരാളെ നമ്മൾ ഉപയോഗിച്ചു, ഉപയോഗം കഴിഞ്ഞാൽ അയാളെ വലിച്ചെറിയണം, എങ്ങനെ വളരാൻ പറ്റൂ? അമ്മ, നിങ്ങൾ നന്നാവില്ല. ആളുകളെ ഉപയോഗം കഴിഞ്ഞിട്ട് വലിച്ചെറിയണം പോലും. എന്ത് വിഡിത്തരമായി പറയുന്നത്, എന്ത് മോശം പ്രവൃത്തിയായി പറയുന്നത്. അമ്മയിൽ നിന്ന് ഞാൻ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നടാഷ വല്ലാതെ ദേഷ്യത്തിലാണ്. ഈ സമയത്ത് പീസ് മെഡിക്കൽ സെന്ററിൽ ഡസ്റ്റിൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആഗതൻ അങ്ങോട്ട് വന്നു. അയാൾ ശരിക്കും ഗമയില വരുന്നത്. വന്നുടൻ അയാൾ ഒരു പേപ്പർ എടുത്ത് ഡസ്റ്റിന്റെ മേശപ്പുറത്തേക്ക് വെച്ചു. മിസ്റ്റർ ഡസ്റ്റിൻ റയസ്, വളരെ ആധികാരികമായിട്ടും ദേഷ്യത്തിലൊക്കെയാണ് അയാൾ പറയുന്നത്. ഞാൻ ബൗഡർ ഹോണിൽ നിന്നാണ് വരുന്നത്. ബൗഡർ ഹോൺ ഇതാ ഒരു ഫൈറ്റിന് നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അത് കേട്ടതും ഡസ്റ്റിൻ അയാളോട് പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ പങ്കെടുത്തേ പറ്റൂ. കഥയുടെ ഈ ഭാഗം ഞാനോട് അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ ലൈഫിൽ നിന്ന് ഡസ്റ്റിൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.